ഹായ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോ എന്താ പറയാ, മലയാള സിനിമയിൽ താരതമ്യങ്ങളില്ലാത്ത ഒരാളാണ് ഇന്ന് ഈ മത്സരവേദിയിലേക്ക് വരുന്നത്. ചിലപ്പോഴൊരു കുശുമ്പി പാറു, ചിലപ്പോൾ നമ്മുടെ നെഞ്ചകം നീറ്റുന്ന അഭിനയ സാധ്യതയുമായി വരുന്ന ഒരു ഒന്നാന്തരം നായിക, മറ്റു ചിലപ്പോൾ പ്രണയ വലരിലേക്ക് പൂത്തുകയറുന്ന ഒരു അഭിനേത്രി. ഇതെല്ലാമാണ് നമുക്കൊരു താരതമ്യം വയ്ക്കാൻ കഴിയാത്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഉർവശിയാണ് ഇന്ന് നമ്മുടെ മത്സരാർത്ഥി. ഒരു ഒന്നൊന്നര ഡയലോഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഹായ് ഉർവശി, നമസ്കാരം. നമസ്കാരം സർ. കുറേ കാലമായിട്ട് നമ്മളെ ഈ ഫ്ലവേഴ്സ് ഒരു കോടി തുടങ്ങിയ കാലം മുതൽ ആദ്യം കുറച്ച് സീരിയസ് ആയിരുന്നു, മരണം സീരിയസ് ആയിരുന്നു, ആൾക്കാർക്ക് രാത്രി ഉറങ്ങാൻ വയ്യ, വേദന കൊണ്ട് പൊളയുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ സങ്കടകരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉർവശിയുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇത് കോമഡിയിലേക്കൊരു ട്വിസ്റ്റ് അങ്ങനെ നടത്തിയപ്പോഴും വരട്ടെ, ഉർവശി വരട്ടെ എന്നായിരുന്നു അല്ലേ? കുറെ കാലമായി നമ്മൾ കുറെ കാലമായി ഫ്ലവേഴ്സിന്റെ മിക്കവാറും എല്ലാ പ്രോഗ്രാംസിനും ക്ഷണം ഉണ്ടാവും. പലപ്പോഴും ചെന്നൈയിലായതുകൊണ്ട് സ്റ്റാർമാജിക്ക് ഒന്ന് പൊളിച്ചു, അത് നന്നായിരുന്നു, ഞാനത് കണ്ടു. ഇതിപ്പോ പുതിയത് വിത്ത് കോമഡി ഇപ്പൊ പുതിയതായിട്ട് ആക്കിയതാ. ഒരു 1000-600 എപ്പിസോഡ് നൊമ്പരമായിട്ട് പോയി. നമ്മുടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അനുഭവിക്കുന്ന വേദനകളും സങ്കടങ്ങളും പീഡനങ്ങളും ഒക്കെ ആയിരുന്നു അതിനകത്ത് പോയത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി വേറൊരു സ്ഥലത്തിലേക്ക്, നൊമ്പരം മാത്രമല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്, അനുഭവങ്ങൾ നമ്മൾ അതെ നമ്മളതിൽ വെള്ളം ചേർത്തിട്ടൊന്നുമില്ല. നമ്മളത് ഇപ്പൊ ഒരു ടെലിവിഷൻ റേറ്റിംഗ് പിടിക്കാൻ വേണ്ടി ആൾക്കാരെ കൊണ്ട് ഡ്രാമ ചെയ്യുക അങ്ങനെയൊന്നുള്ള ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവർ അതുപോലെ പറയുന്നു. ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ആൾക്കാർക്ക് സംശയം തോന്നും. ഇങ്ങനെയൊക്കെ നടക്കുമോ, എന്തോ സിനിമ കഥയാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും. പക്ഷെ അതൊക്കെ അവരെ അറിയാവുന്നവർക്കറിയാം അതൊക്കെ നേരാണെന്ന്. എനിക്ക് തോന്നിട്ടുള്ള പലർക്കും അവർക്കതൊരു ഷെയർ ചെയ്യാൻ വലിയൊരു അവസരം. പിന്നെ തീർച്ചയായിട്ടും മാത്രമല്ല ഇതുപോലെ സമാന ദുഃഖം അനുഭവിക്കുന്നവർക്കൊക്കെ ഏത് വഴി പോകണം, റൂട്ട് ഏത് പിടിക്കണം എന്നുള്ളത് കോൺഫിഡൻസ് വരും. ഓക്കെ. കന്നഡ വെച്ച് ഞാൻ കണ്ടിട്ടില്ല, കുറച്ചു കാലമായോ ഇത്? കന്നഡ ഇടയ്ക്കിടയ്ക്ക് വെച്ചിരുന്നു. ഇപ്പൊ പിന്നെ അത് കുറച്ച് റെഗുലർ ആയിട്ട് വെക്കണം, കാരണം ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ അല്ലാത്ത സമയത്തെങ്കിലും വെക്കണം. മോഹൻലാലിന്റെ കന്നഡ ഊരിച്ചാളാ സ്ഫടികം അല്ലേ? മാത്രമല്ല പക്ഷേ ഈ കന്നഡ വെച്ചപ്പോ ആ കൂടെ ഒരു കെറ്റപ്പാ മാറി. അതിലൊക്കെ ഉർവശി കാര്യമായിട്ട് ശ്രദ്ധിക്കൂ. ചില ആൾക്കാർ ചോദിക്കും, ഈ ആർട്ടിസ്റ്റ് ഒക്കെ ആകുമ്പോൾ രാവിലെ അങ്ങ് പുട്ടിയിട്ട് തുടങ്ങും, ഉച്ചയ്ക്ക് ഷൂട്ടിംഗ് എങ്കിൽ ഇല്ല. ഒന്നുമില്ല, എന്നെ കുറിച്ച് ഞാൻ ഒരിക്കലും കോൺഷ്യസ് അല്ല, അങ്ങനെ അപ്പിയറൻസിൽ കോൺഷ്യസേ അല്ല. ഇല്ല, ഞാൻ അങ്ങനെയല്ലേ വന്നപ്പോൾ ഡയറക്ടേഴ്സും അവര് ക്യാമറമാനും എല്ലാം തീരുമാനിക്കും ഇതാണ് കോസ്റ്റ്യൂം എന്നല്ല. നമ്മളൊരു ഫാഷൻ ഷോയ്ക്ക് പോകുന്ന പോലുള്ള ഇന്നത്തെ പോലെ ഡിസൈനേഴ്സ് ഇല്ലല്ലോ, ഒന്നുമില്ല. ഡയറക്ടർ തീരുമാനിച്ച് പറയും, അത് കോസ്റ്റ്യൂമേഴ്സ് തരും, നമ്മളത് ഇടുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ചെറിയ ഇതൊക്കെ നമുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ശീലിച്ചിട്ടില്ല. അല്ലെ ഇപ്പൊ എനിക്കൊന്ന് ഉർവശി എത്ര തലമുറകളുടെ ഇപ്പൊ അഭിനയിച്ചു കഴിഞ്ഞത്. ഇപ്പൊ ഏറ്റവും വന്ന് പുതിയ കുട്ടികളുടെ അഭിനയിക്കുക. അപ്പൊ അവരെന്ന് വെച്ചാൽ വേറൊരു കാലത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ, എല്ലാം ഇടിപിടയിൽ കിടക്കുന്ന ഒരു കാലം. അപ്പൊ ഇവരവിടെ നിൽക്കുമ്പോൾ ഉർവശിയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? കരയിൽ പിടിച്ചിട്ട് മീൻ പോലാവൂ? ഒരിക്കലും പ്രായം നമ്മൾ കുറയ്ക്കും. പിന്നെ അവരെ പ്രായം അവരുടെ പ്രായം ഓക്കെ, ഞാനും അവരുടെ പ്രായത്തിൽ നിൽക്കില്ലേ, നമ്മള് മാറുന്നില്ലല്ലോ. എനിക്കൊരു ഗ്യാപ്പ് വന്നിട്ടില്ലല്ലോ. പിന്നെ എല്ലാവരുമായിട്ടും നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അല്ലാത്ത ആൾക്കാരെന്ന് പറയാൻ എനിക്ക് അങ്ങനെ ആരെയും പറയാനില്ല. എല്ലാവരുമായിട്ടും നല്ല ലോഹിതരാണ്. എല്ലാവരും കൺസിഡർ ചെയ്യുന്നുണ്ട് നമ്മളെ കൂടുതലും. പിന്നെ അവരുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ല, അവര് കയറി ബഹുമാനിച്ചു കളയൂ. കാരണം ഉർവശിയുടെ ഒരു സീനിയോറിറ്റിയും നമ്മളൊരു തറവാട്ടമ്മ വരുന്നു എന്നുള്ള ലൈനില്. അയ്യോ, പക്ഷെ ഞാൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് അതൊക്കെ ആദ്യത്തെ കുറച്ച് അല്ലെ. ഞാൻ ചോദിക്കുന്ന ഇപ്പം ഞാൻ കുറെ കാലമായല്ലോ ഈ പരിപാടി തുടങ്ങിയിട്ട്. അത് കാരണം നമുക്ക് ഈ പിള്ളേർ സെറ്റുമായിട്ടൊക്കെ നമ്മൾ ഏറ്റുമുട്ടേണ്ടി വരുമല്ലോ. അപ്പൊ നമ്മൾ പ്രായം കുറച്ച് പിള്ളേരുടെ കൂടെ തന്നെ ഇടപഴകാൻ നോക്കും, എന്നാലും അവര് കയറി ചിലപ്പം ബഹുമാനിച്ചു കളയും. പക്ഷേ സാർ, ഈ കുറയ്ക്കും തോറും കൂടുന്ന ഒരു സാധനമായി പ്രായം. കുറയ്ക്കും തോറും കൂടും. നമ്മൾ ബോധപൂർവ്വം അതിന്റെ ശ്രമം നടത്തുമ്പോൾ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ചില ആർട്ടിസ്റ്റുകൾ ഗ്രേ ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ച് കൂടുതൽ മുടി ഡാർക്ക് ചെയ്യുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഒത്തിരി പ്രായം ഇയാൾക്ക് കൂടുതലാണല്ലോ എന്ന് തോന്നും. അതിപ്പോ സ്ത്രീകളായിരുന്നു നമ്മള് നമ്മുടെ അപ്പിയറൻസിനെ കുറിച്ച് കോൺഷ്യസ് ആവാതിരുന്നാൽ തന്നെ അതൊരു സൗന്ദര്യമാണെന്ന് എന്റെ വിശ്വാസം. അങ്ങനെയാ എപ്പോഴും ചിന്തിക്കുന്നല്ലേ? തീർച്ചയായിട്ടും. എനിക്കൊന്ന് ഉർവശി 8ാം വയസ്സിലേ തുടങ്ങിയല്ലേ പരിപാടി അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് വണ്ടി പിറകോട്ട് പോയി കഴിഞ്ഞാലേ ഏതോ ഒരു ഷൂട്ടിങ് കാണാൻ കൽപ്പനയുടെ പോയി അല്ലെ, അങ്ങനെയല്ലേ സംഭവിച്ചത്? ഭാഗ്യരാജന്റെ സിനിമാ സെറ്റിലായിരുന്നു അല്ലേ? അല്ല സാർ, ഞാൻ ബേബി ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത് കൽപ്പന ചേച്ചി വർക്ക് ചെയ്യേണ്ട സിനിമയായിരുന്നു. അവിടെ ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു, അത് നാടൻ കുടുങ്ങിയായിരുന്നു. കൽപ്പന ചേച്ചിയാണ് വീട്ടിലെ ഏറ്റവും സ്മാർട്ട്.
ഞാൻ ഒട്ടും അധികം സംസാരിക്കുന്ന ഒരാളെ ആയിരുന്നില്ല. എന്നെ മാറ്റിയത് സിനിമയും എൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ്. അത് എത്രയോ കാലത്തിന് ശേഷം. കാരണം ഇവിടെ എനിക്ക് ഭയങ്കര എന്താ പറയുക, പ്രൊട്ടക്ഷൻ ഉണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉള്ളൊരു സ്ഥലമാണെന്നൊരു തോന്നലാണ് ഞാൻ വന്ന കാലം മുതലേ. അപ്പൊ അതിന്റെ ഒരു സംഗതികളാണ്. കൽപ്പന ചേച്ചിയുടെ അവിടെ ചെന്നപ്പോ ആ ഡയറക്ടർ KP പിള്ള എന്ന് അദ്ദേഹത്തിന്റെ പേര്. അതെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെവിടെയായിരുന്നു ഷൂട്ടിംഗ്? ഇപ്പൊ ഓർമ്മിക്കും. ചെന്നൈയിൽ. അന്ന് സിനിമ എല്ലാം ചെന്നൈയിലാണ്. പക്ഷേ അന്ന് താമസം ചെന്നൈയിലാണല്ലേ? അല്ലല്ല, തിരുവനന്തപുരത്താണ്. അതും കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സെറ്റിൽ ആവുന്നത്. അപ്പോ ആ ഡയറക്ടർ പറഞ്ഞു, അത് അതിൻ്റെ പല സീനുകളിലും അമ്മയില്ലാത്ത കുട്ടി അച്ഛൻ കുളിപ്പിക്കുന്നതും ഒക്കെയുള്ള സീനുകളുണ്ട്, എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ കുറച്ചുകൂടെ കുട്ടി ഇതാണല്ലോ, അപ്പോ ഇത് അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സായിട്ട് അഭിനയിക്കാനുള്ള തീരുമാനമായിരുന്നു ആദ്യം. ആ റോള് കൽപ്പന ചെയ്യട്ടെ, ഈ റോള് പിന്നെ കവിത ചെയ്തോളൂ എന്ന് പറഞ്ഞു. കവിതയാന്ന പേര്. അതെ. അപ്പോ നോക്കിയപ്പം ഒരേ മുഖഛായ. അപ്പൊ പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയും ഒരു പണമുള്ള വീട്ടിലെ പെൺകുട്ടിയും തമ്മിലുള്ള സൗഹൃദ കഥ. അപ്പൊ അതൊരു തെറ്റിദ്ധാരണ ഒരു ഈ കുട്ടി ഒരു സിസ്റ്റേഴ്സ് ആണോ എന്നൊരു തെറ്റിദ്ധാരണ വരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്നെ മാത്രം സെലക്ട് ചെയ്തു. കൽപ്പന ഔട്ട്. ഔട്ട് നമുക്കപ്പം ആ തോന്നലൊന്നുമില്ലല്ലോ. ചെന്നൈയില് വന്നു കളിക്കുക, സന്തോഷിക്കുക, അങ്ങനെ അഭിനയിച്ചു തുടങ്ങിയത് ആ സിനിമയിൽ. KP ഉമ്മറിന്റെ മകളായിട്ടായിരുന്നു അഭിനയിച്ചത്. ഞാൻ ഈ പറഞ്ഞ കതിർ മണ്ഡപം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് മുൻപാണ്. ഇത് മുൻപാണ്. ഇതൊരു ക്യാരക്ടർ ഒന്നും അല്ല. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കുറെ കുട്ടികളെ സെലക്ട് ചെയ്തു. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനായിരുന്നു ഡയറക്ടർ. അപ്പൊ ആ പാട്ട് സീനിൽ മാത്രം നിൽക്കാനായിട്ട് കുറെ കുട്ടികളെ കൂട്ടത്തിൽ എന്നെയും കൂടെ കൂട്ടിയതാ. ഞാനും എൻ്റെ അനിയനും ഉണ്ട്. അപ്പൊ അതിനകത്ത് 6-7 വയസ്സേ ഉള്ളൂ എനിക്ക്. അതിൽ കൊണ്ടുപോയി നിർത്തി. അതൊരു ക്യാരക്ടർ അല്ല. അതിനുശേഷം 1 വർഷം 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സിനിമ. ഉർവശി ഈ പേര് ഇങ്ങനെ മാറിയത് എവിടെ വെച്ചാണ്? ശേഷമാണോ? അല്ല സാർ, മുന്താനെ മുടിച്ചു എന്നൊരു സിനിമ ഞാൻ നായികയായിട്ട് വന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന് തൊട്ട് മുൻപ് ഒരു പടം ഞാൻ ചെയ്തു. മുന്താനെ മുടിച്ചത് ജസ്റ്റ് മുൻപ്. അപ്പൊ കവിത എന്നൊരു നടി ഉണ്ടായിരുന്നു നേരത്തെ തമിഴില്. അപ്പൊ അവര് കല്യാണം കഴിഞ്ഞ് മാറും. കാരണം അവര് വീണ്ടും അഭിനയിച്ചു തുടങ്ങിയാൽ കൺഫ്യൂഷൻ ആവും എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അഭിനയത്തിന് ഏറ്റവും വലിയ അവാർഡെന്ന് പറഞ്ഞ ഉർവശി അവാർഡായിരുന്നല്ലോ അന്ന് നാഷണൽ അവാർഡ്. അപ്പൊ ആ പ്രൊഡ്യൂസർ ഒരു വയസ്സായ മനുഷ്യനാ, ജീവ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഇത് നാളെ വലിയ നടിയാവും ഈ പെൺകുട്ടി, അപ്പം ഉർവശി എന്ന് പേരിടാം, അപ്പം ഉർവശി അവാർഡ് കിട്ടുമ്പോ അങ്ങനെ വരുമല്ലോ, ഉർവശി എന്ന് വരുമല്ലോ എന്നും പറഞ്ഞിട്ടതാ. അല്ലെ, പലരും എന്നോട് ചോദിച്ചു. ഇവിടെ വന്ന ഫ്ലോറിലും നമ്മുടെ ഒരു ആത്മാതി ചോദിച്ചു, അതായത് ഇദ്ദേഹത്തിന്റെ പേരുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ ദേശീയ അവാർഡിനെന്ന്. ആൾ അങ്ങനെയും വിചാരിക്കുന്നുണ്ട്. അല്ല, അങ്ങനെ എനിക്കൊന്ന്. പക്ഷെ പിൽക്കാലത്ത് AR റഹ്മാന്റെ ഹിറ്റായ പാട്ടുണ്ടല്ലോ, എല്ലാം ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞ്, ആ ഉർവശി എന്നുള്ള പാട്ട് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല ആത്മബന്ധവും? ഈ വാലി എഴുതിയപ്പോ എന്തോ മനസ്സിൽ ഉർവശി ആയിരുന്നു എന്നൊക്കെ പിൽക്കാലത്ത് ചില അഭിമുഖങ്ങളിലൊക്കെ വന്നു. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് തമാശക്കൊരു ഫംഗ്ഷന്റെ ഇടയ്ക്ക് എന്റെ അടുത്ത് വാലി സാർ പറഞ്ഞതാ. അദ്ദേഹം ഇതുപോലെ ചടങ്ങിന് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അതിന് തൊട്ടു മുമ്പ് കമൽ സാറിന്റെ മകളിർ മട്ടും എന്നൊരു സിനിമ ചെയ്തു. അപ്പൊ അതിലൊരു പാട്ട് ഞങ്ങൾ 3 നായകന്മാരും, ഞാനും രോഹിണിയും രേവതിയും ഒരു പാട്ടിൽ അഭിനയിക്കണം. കറവമാട് 3 കാളമാട് 1 എന്നാണ് എന്റെ ലൈൻസ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തത് ഇങ്ങനെ സ്ത്രീകൾ തന്നെ ഭയങ്കര പൊരുതി നിൽക്കുന്ന, വില്ലന്റെ കൂടെ പൊരുതി നിൽക്കുന്ന ഒരു പാട്ടാണത്. ആ പാട്ടിൽ അവരെ കറവമാടെന്ന് സ്വയം പറയുന്നത്, ഞാൻ പാടത്തില്ല ഇതെന്ന് പറഞ്ഞു. അപ്പോൾ കമൽ സാറ് ഫോൺ ചെയ്ത് തന്നിട്ട് പറഞ്ഞു ക്ലാരിഫൈ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എന്താണ് സാർ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്? ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സ്ത്രീകളെ എന്നെ കറവമാടിനെ പോലെ കറവ പശുവാക്കി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ സ്വയം ഇങ്ങനെ പെണ്ണുങ്ങൾ അങ്ങനെ പാടുവോ? അതെനിക്കെന്തോ അത്. അപ്പോൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, അങ്ങനെ വരത്തില്ല, അങ്ങനെ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാണ് ആ ചടങ്ങിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരുപാട് സംശയങ്ങൾ പാട്ടിനും ചോദിക്കുന്ന ആളാണ്, അതിനു വേണ്ടി ഒരു പാട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സ്റ്റേജിൽ ആ പാട്ട് പാടിയപ്പോ ഞാൻ വിചാരിച്ചു എന്നെ കുറിച്ച് എഴുതിയതാണോ, ടേക്ക് ഇറ്റ് ഈസി ഉർവശി എന്നാണല്ലോ പറയുന്നത്, വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്ന്. അത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷെ തമാശ അദ്ദേഹം പറഞ്ഞു. പക്ഷേ വൈരമുത്തുവാണ് ആ പാട്ട് എഴുതിയത് കേട്ടോ. അപ്പോൾ വൈരമുത്തുവിന്റെ പാട്ടാണ്, നമുക്ക് ആ രീതിയിൽ അത് കാണാം, കുഴപ്പമില്ല നമുക്ക്. പക്ഷേ തമാശ പറഞ്ഞത് വാലി സാറാണ് അല്ലേ? ഒരു പാട്ട് അല്ല, പക്ഷേ എന്തായാലും ഈ പാട്ട് ആരെഴുതിയാലും എപ്പോഴും ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ ഈ പാട്ട് എവിടെ കേട്ടാലും നമ്മൾ ആദ്യം ആലോചിക്കുന്ന AR റഹ്മാനെ കുറിച്ചല്ല, ശരിക്കും ഉർവശി എന്ന ആർട്ടിസ്റ്റിനെ കുറിച്ചാണ്. കാര്യം അത് നമുക്ക് കണ്ടുപരിചയം ഒക്കെ ആയിരിക്കാം, നമ്മൾ സിനിമ എത്രയോ പടങ്ങളിൽ കാണുന്നു. ഉർവശി എന്ന പേരിന് മലയാളത്തിൽ വേറെയും പ്രസക്തിയുണ്ട്. ആരെങ്കിലും ശപിച്ചാൽ അത് ഉപകാരമായി മാറുമെന്ന. ഉർവശി ശാപം ഉപകാരം അല്ലേ, അങ്ങനെയുണ്ട്. അപ്പൊ ഉർവശിക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. അപ്പൊ ഈ എനിക്കൊന്ന് പിന്നെ ഈ കവിത എന്നുള്ള പേര് മറന്നു അല്ലേ? കവിത പോലെ ഒരിക്കലും മറക്കില്ല. അങ്ങനെ വിളിക്കുന്ന എത്രയോ പേരുണ്ട്, എന്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്.
ഒരുപാട് പേരുണ്ട് അങ്ങനെ വിളിക്കുന്നവര്. പക്ഷെ എന്താ വെച്ചാൽ അന്നും കൂടുതലും ആൾക്കാർ സിനിമയിലും പുറത്തും എല്ലാം എന്നെ അറിയാവുന്ന ഒരു പൊടിമോൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് കുട്ടിയാണോ പൊടിമോൾ? തീർച്ചയായിട്ടും കലച്ചേച്ചി മിനിച്ചേച്ചിയുടെ പേരാണ്. പെൺകുട്ടികൾ കലാരഞ്ജിനി, കൽപ്പന, ഉർവശി അല്ലേ? മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ ഉർവശി കുറെ അധികം കാലമായിട്ട് അഭിനയിക്കുവാണല്ലോ. 10-700 സിനിമ ക്രോസ് ചെയ്തില്ലേ? എന്തോ കുശുമ്പ് പോലെ പറയുന്ന എന്തുവാ? ഞാനിങ്ങനെ ആലോചിക്കാം, അധികം കാലമായിട്ട് മലയാള സിനിമയിൽ ഏറ്റവും വലിയ കുശുമ്പി പാറുവാ എന്നോട് ചോദിക്കുന്നത്. മാത്രമല്ല ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ആലോചിക്കും, 700 സിനിമയുടെ കാര്യം മാത്രമല്ല, ഈ ഉർവശി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എനിക്കറിയാം, അച്ഛൻ്റെ നാടക പാരമ്പര്യമൊക്കെ എനിക്കറിയാം. എന്നാലും ഈ കുശുംബിയായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ ആ തനതായിട്ടുള്ള ആ കല പുറത്തു വരുന്ന രീതിയുണ്ടല്ലോ, അത് കുറച്ച് കടുപ്പ്. അത് എങ്ങനെയാണ് ഇതൊക്കെ കുട്ടിക്കാലത്തെ അഭ്യസിച്ചത്? അതൊക്കെ ഡയറക്ടേഴ്സിനാണ് അതിന്റെ എക്സ്പ്രഷൻ കൊടുക്കുന്ന നമ്മളല്ലേ? അല്ല, എക്സ്പ്രഷൻ കൊടുക്കുന്ന ഇപ്പൊ ഉദാഹരണത്തിന് തലയണമന്ത്രം പറയുകയാണെങ്കിൽ എന്റെ വിചാരം അത് സത്യേട്ടൻ പറഞ്ഞു തന്നതാ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു തന്നു. പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പഴയ കാലത്തെ സിനിമകളിലൊക്കെ വരത്തില്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ചില സംഭവങ്ങളുണ്ട്, അതുപോലെയൊക്കെ കാണിക്കേണ്ടി വരുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തകർക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പം സത്യം പറഞ്ഞു എന്ത് പറ്റി ഉർവശിക്ക്? ഞാൻ പറഞ്ഞു ഇതൊരു വലിയ ക്യാരക്ടർ അല്ലേ, അങ്ങനെ ഒന്നും ചെയ്യണ്ട, നാച്ചുറലായിട്ട് ഉർവശി എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ പറഞ്ഞു അതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി, സ്ക്രിപ്റ്റിലുണ്ട് ആ സാധനം. അങ്ങനെ മാറ്റിയതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ സപ്പോർട്ടില്ലാതെ നമുക്കൊന്നും ചെയ്യാം. പക്ഷേ കാഞ്ചനയാന്ന് തോന്നുന്നു ഈ കുശുംബിത്തരത്തിൽ ഏറ്റവും ലീഡ് ചെയ്യുന്നത് മലയാളത്തിൽ. അത്രയും തീവ്രമായ ഒരു കുശുംബി പിന്നെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. പക്ഷെ അത് കുശുമ്പല്ല, പിന്നെന്തുവാ? അല്ല, നന്മ അങ്ങനല്ല. എന്നാ പിന്നെ ചോദിക്കണ്ടേ, ഭർത്താവ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വരെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ, പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇവര് പറയുന്നതിനൊക്കെ ചൊൽപ്പടി ഇരിക്കുന്ന അദ്ദേഹത്തെ എന്ത് വിളിക്കണം? കുശുംബൻ. കുശുംബൻ അല്ല എന്നല്ല, നിഷ്കളങ്കമായ പച്ചയായ മനുഷ്യരിൽ ഇതിന്റെ എല്ലാ അംശങ്ങളും ഉണ്ടാവും. നമ്മൾ നന്മയുടെ പ്രതീകങ്ങളായിട്ട് മാത്രം കുറെ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷെ അതല്ലാതെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ശ്രീകണ്ഠ സാറിന്റെ ഉള്ളിൽ ഒരു വില്ലൻ കാണും. പിന്നെ എനിക്കൊന്ന് ഒരു ദിവസത്തിലെ കുറച്ചു നേരം നമ്മൾ ഈ ഭാഗ്യപരീക്ഷ നടത്താനായിട്ട് സിനിമയുടെ ഇടവഴിയിലൂടെ ഒന്ന് പോയപ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്ത് ആ സ്ക്രിപ്റ്റിനകത്ത് അടിമുടി വില്ലനാ സായി കുമാർ. അപ്പോൾ സായി എന്നോടൊരു സംശയം ചോദിച്ചു, നമ്മളെല്ലാം കൊട്ടാരക്കാരാണല്ലോ, അതുകൊണ്ടൊരു സംശയം ചോദിച്ചു. അപ്പം ആ സിനിമയിൽ ഇയാളിങ്ങനെ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് സിഗരറ്റ് തറയിലിട്ടിട്ട് ഞാൻ ഒരു ചവിട്ടും കൂടെ ചവിട്ടി എന്ന് ഉരച്ചിട്ട് പോയാൽ കുറച്ചുകൂടെ അതിൻ്റെ റേഞ്ച് കൂടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഉള്ളി അടുത്തോട്ട് വന്ന് എന്നോട് ചോദിച്ചു, ഈ സിനിമയിലെ വില്ലൻ ഉറങ്ങുമ്പോഴും വില്ലത്തരം കാണിക്കണമെന്ന് നിർബന്ധമുണ്ടോ? 24 മണിക്കൂർ. അതുപോലെ നന്മ ചെയ്യുന്ന ആളാണെങ്കിൽ പ്രേംനസീർ, കച്ചാണി പോലുള്ള ചിത്രത്തിലൊക്കെ നന്മയുടെ ആൾമരം, പിന്നെ വേറെ ഒരു സംഭവം അല്ലേ? പക്ഷേ അപ്പോൾ ഒരു ഡയറക്ടറോട് ചോദിച്ചപ്പോഴേ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ വില്ലത്തരത്തിനകത്ത് ഒരു നന്മ കൊണ്ടുവന്നാൽ ആ ക്യാരക്ടർ അങ്ങ് ഡയലൂട്ടഡ് ആയി പോകും, ചിലപ്പോൾ കരുത്ത് കുറഞ്ഞു പോകും എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ ചവിട്ടി വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. എന്നാലും ആ സായി അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദ്യം ചോദിച്ചു, ഞാൻ എന്നും ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ തലയാള മന്ത്രത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ സത്യൻ അന്തിക്കാട് ഉർവശിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സാധനം നമുക്കൊന്ന് കാണാം. ഉർവശി നമ്മൾ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പൊന്മുട്ടണ് തട്ടാനെന്നുള്ള സിനിമ, പൊന്മുട്ടണ് താറാവ് എന്നുള്ള സിനിമയിൽ സ്നേഹലതയായിട്ട് അഭിനയിക്കുമ്പോഴാണ് ഉർവശിയുടെ ടാലന്റ് ഞാൻ നേരിട്ട് കാണുന്നത്. ശശിയുടെ പടങ്ങളിലൊക്കെ മറ്റു പല പടങ്ങളിലും ഉർവശിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അത്ഭുതകരമായ പെർഫോമൻസ് ഉള്ള ഒരു ആക്ട്രസ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ആരാധകനായിപ്പോയി അവരുടെ ഈ പൊന്മുട്ടണ് താറാവ് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് മഴവിൽക്കാവടി എന്നുള്ള സിനിമ ചെയ്തപ്പോൾ അതിൽ വേറൊരു ഉർവശിനെ കണ്ടു, തലയണ മന്ത്രം. അപ്പോൾ ഇതിലൊക്കെ സ്റ്റേറ്റ് അവാർഡും കിട്ടി. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തത് ഉർവശിയുടെ പെർഫോമൻസ് കണ്ടിട്ടാണ്. അത് അച്ചുവിന്റെ അമ്മ വരെ തുടരുകയാണ്. അച്ചുവിന്റെ അമ്മയുടെ സമയത്ത് 8 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഉർവശി അഭിനയിച്ചത്. അന്ന് ഉർവശിയുടെ അടുത്ത് ഉർവശി സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. അച്ചുവിന്റെ അമ്മയുടെ കഥ വന്ന സമയത്ത് ഉർവശി മീര ജാസ്മിൻ അഭിനയിച്ച കൊള്ളാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉർവശിനെ വിളിക്കുകയാണ്. കാരണം എൻ്റെ പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്, എൻ്റെ പടങ്ങളിലൂടെ അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ്. ഉർവശി അഭിനയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉർവശി അഭിനയിക്കാമെന്നുള്ള സംബന്ധിച്ച സന്തോഷം, പക്ഷേ മീര ജാസ്മിന്റെ അമ്മയായിട്ട് അഭിനയിക്കണം. അല്ല, അതങ്ങനെ ചോദിച്ചപ്പോഴേ നമ്മൾ തലയാള മന്ത്രത്തിലോട്ട് നമ്മൾ ഈ പടത്തിലേക്ക് അച്ചുവിൻ്റെ അമ്മയിലേക്ക് വന്നാൽ ശരിക്കും ഒരു നായികയായിട്ട് കത്തി കയറുന്ന ഒരു അഭിനേത്രിക്ക് ശരിക്കും മീര ജാസ്മിന്റെ അമ്മയായിട്ട് അഭിനയിക്കണം എന്നൊക്കെ ഒരു ഡയറക്ടർ വിളിച്ചു പറഞ്ഞാൽ എവിടെ ഒന്ന് കൊളുത്തി പിടിക്കും? ഇല്ല, അതിന് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് പെർഫോം ചെയ്യാൻ സ്കോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുകയാണ് ഒരു ആർട്ടിസ്റ്റിന്റെ ചുമതല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സത്യേട്ടൻ ചോദിച്ചപ്പോൾ എനിക്ക് ആ ഡയറക്ടറോടുള്ള വിശ്വാസം, ഉർവശി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോവാം. അതുപോലെ ഒറ്റ വരിയിലാണ് കഥ പറഞ്ഞത്. ഒട്ടും പ്രായവ്യത്യാസം തോന്നാത്ത ഒരു അമ്മയും മകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ്. അത് സീൻ ബൈ സീൻ പോകുമ്പോൾ മാത്രം ബിഹേവ് ചെയ്ത് പോകേണ്ട ഒരു സിനിമയാണ് ഉർവശി. അപ്പോൾ എന്ത് പറയുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു വാക്ക് സത്യേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മളോടുള്ള അദ്ദേഹത്തിനുള്ളൊരു
എനിക്ക് അദ്ദേഹത്തോടുള്ള വിശ്വാസം, അദ്ദേഹത്തിന് എന്നോടുള്ള ഒരു വിശ്വാസം. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ സത്യേട്ടനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും സുകുമാരിയമ്മയുടെ അമ്മയായാലും എനിക്ക് പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞു. ആ കോൺഫിഡൻസ് അല്ലേ സത്യം അന്തിക്കാടെന്ന് സംവിധായകനോടൊരു വിശ്വാസം. പൊതുവെ ഉർവശിക്ക് സിനിമയിലൊക്കെ ഒരുപാട് കൂട്ടുകാരികളുണ്ടോ, അതോ ലൊക്കേഷൻ വിട്ടാൽ വീട്ടിലേക്ക് പോയി വീടണഞ്ഞ് കൂടണഞ്ഞ് ഭക്ഷണം കഴിച്ചിടന്ന് തുടങ്ങുന്ന? തീർച്ചയായിട്ടും അത് തന്നെയാണ്, അങ്ങനെ തന്നെ വേണം പറയാൻ. വേണം. അത് പണ്ട് മുതലേ രോഹിണിയൊക്കെ വലിയ അടുപ്പമല്ലേ? എല്ലാവരുമായിട്ടും അടുപ്പമാണ്. ഷൂട്ടിംഗ് സ്പെറ്റ് എല്ലാവരുമായിട്ടും അടുപ്പമാണ്. പക്ഷെ പണ്ട് എന്റെ വീട്ടിൽ അനുവദിച്ചിരുന്നില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരും. ആരായിരുന്നു വീട്ടിലെ സെക്യൂരിറ്റി ഓഫീസർ? അച്ഛൻ കഴിച്ചു കഴിഞ്ഞാൽ കൊച്ചച്ഛൻ ഉണ്ടായിരുന്നു. പിന്നുണ്ട് കൂട്ടുകുടുംബ, അച്ഛന്റെ അമ്മ, അച്ഛന്റെ പെങ്ങള്. ഉർവശിക്ക് കണ്ടാലേ എന്തൊക്കെയോ ചില പഴയ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ഇപ്പൊ ലൈനിൽ വന്നിട്ട്. സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഹായ്, ഗുഡ് ഈവനിങ് രോഹിണി. ഹൗ ആർ യു രോഹിണി? അയ്യടാ നീ എവിടെയാ? അയ്യോ ചെന്നൈയിലാണോ? നീ കണ്ണാടി വെച്ചോ? എങ്ങനെയുണ്ട് ഋഷി? എങ്ങനെ ഇരിക്കുന്നു? നന്നായിരിക്കണമാ. കുട്ടികൾ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്ന വിജി. എല്ലാം സന്തോഷമായി. ഇപ്പഴും തത്തക്കുട്ടിയുണ്ടോ? അതില്ല, അത് പോയി. അത് 4 വർഷമായി. തത്ത ഉണ്ടായിരുന്നു, എനിക്കറിയാം. അതിന്റെ പേരെന്താണെന്ന് ചോദിക്കൂ. പേരെന്തായിരുന്നു? ലക്ഷ്മി എന്നായിരുന്നു പേര്. ഞങ്ങൾ എച്ചുമൂന്ന് വിളിക്കും. എന്നിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ തത്തയ്ക്ക്? ഇല്ലില്ല, അത് പഴക്കുറയൊക്കെ ചെയ്യും നമ്മളെ. അപ്പൊ എന്റെ അമ്മ ഇങ്ങനെ വീട്ടിലെ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയും. പട്ടി എന്നൊക്കെ വിളിച്ചു കളയും പെട്ടെന്ന്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിൽ. അല്ലടാ വേറൊരു കാര്യമുണ്ട്, പക്ഷെ ഇപ്പൊ പറയുന്നില്ല. രോഹിണി അത് പറഞ്ഞാൽ നന്നായിരുന്നു. നമുക്ക് പറയബിൾ ആണെങ്കിൽ പറയബിൾ അത് പൊടിമോള് തന്നെ പറയണം. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുക, എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇങ്ങനെ ഒന്ന് നടക്കുന്ന ഒരു തത്ത, ആരെ പോലെ നടക്കണം തത്തയാണത്. അത് തത്തയാണോ പ്രാവാണോ ലാലേട്ടനെ പോലെ നടക്കുന്നത്? പ്രാവ്. ലാലേട്ടൻ നടക്കുന്ന പ്രാവുണ്ടോ വീട്ടില്? അല്ല, ഒരല്പം ചരിഞ്ഞിങ്ങനെ നടക്കും. അപ്പൊ ഞങ്ങൾ അതിന് ലാലേട്ടൻ എന്ന് പേരിട്ടു. നല്ല ഭംഗി. നേരിട്ട് കണ്ടോണ്ടോ ആ പ്രാവിന്? ഇല്ല. ഫിസിക്കറിയാം. അപ്പൊ ഇതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമല്ലോ. കുറെ പ്രാവുകളുണ്ടായിരുന്നു. ഒരു കൊച്ചു കാഴ്ച ബംഗ്ലാവായിരുന്നു വീട്. അപ്പൊ ഇതിനെ ആട്ടപ്രാവ് ഉണ്ടായിരുന്നു, ഡാൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൊരു തത്തയായത്. അതിന്റെ പേര് അങ്ങനെ ആയിട്ടിരുന്നത്. അതാണ് രോഹിണി ആലോചിച്ചല്ലേ? അതെ 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 അതെ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ? ഞങ്ങള് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദൂരമുണ്ട് ഞങ്ങളുടെ വീടുകൾ. നേരത്തെ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു. കോമ്പിനേഷൻ വർക്ക് ചെയ്യും, പടങ്ങളൊക്കെ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായി ഞാനും വിജയ് വർക്ക് ചെയ്തിട്ട്. പക്ഷെ ഇടയ്ക്ക് വിളിക്കും. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ പൊടി വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കും. റെനോവേറ്റ് ചെയ്യാൻ ഒരാള് വേണം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ പൊടിക്കൊരു ബിലീഫ് എന്താണെന്ന് വെച്ചാല് എല്ലാ കോണ്ടാക്ട്സ് എനിക്കറിയാം എന്നുള്ളത്. ആ കോണ്ടാക്ട്സ് വിജയോട് ചോദിച്ചാൽ എനിക്ക് കിട്ടും. ലവ്ലി ഇടാ ഉള്ളൊഴുക്ക്, ബ്യൂട്ടിഫുൾ. ഐ ബിലീവ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ബട്ട് ലവ്ലി സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. ആക്ച്വലി ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു അത്. ഞാനും നിമിഷം ചെയ്യേണ്ട സബ്ജക്റ്റ് ആയിരുന്നു ഒരു ആദ്യത്തെ പ്രാവശ്യം അവര് സ്റ്റാർട്ട് ചെയ്തപ്പോ. ബട്ട് ഐ എം വെരി വെരി ഹാപ്പി ഉണ്ട്. അപ്പൊ തന്നെ ഞങ്ങള് പറയുന്ന എന്താന്ന് വെച്ചാല്, മകളിർ മട്ടും റിലീസായ സമയത്ത് കമൽ സാർ വിളിച്ചിട്ട് പറഞ്ഞു പടം ഭയങ്കര ഹിറ്റാണ്, പക്ഷെ ആർക്കാ പേര് വന്നതെന്ന് അറിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം സാർ, ഉർവശിക്കാണെന്ന്. വി വർ സോ ഹാപ്പി ആൻഡ് വി വർ ഓൾ സോ ഹാപ്പി. ഞങ്ങളൊരു ആ സീനൊക്കെ ചെയ്യുമ്പോ എസ്പെഷ്യലി ഞങ്ങൾക്കറിയാം പൊടിമോൾക്ക് ഈ സീന് ഇങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ എടുത്തു കൊടുക്കും, ഈ സ്ഥലത്ത് യു ടേക്ക് ഓഫ്. അപ്പൊ പോയിന്റ്സ് എടുത്തു കൊടുക്കുമ്പോ ഒരു ഈഗോ ഇല്ലാത്ത ഒരു സെറ്റായിരുന്നു അത്. അപ്പൊ ഞങ്ങൾക്കറിയാം her character she is going to really score because she's that kind of an actor. Definitely no two words about that. So like you know Anyway, ഒരു കോടി സന്തോഷം. ഒരു കോടി കിട്ടിയ രോഹിണിക്ക് പകുതി അയച്ചു കൊടുക്കൂ. പിന്നെന്താ രോഹിണി ഒന്ന് ഞെട്ടാൻ തയ്യാറായിരുന്നുള്ളൂ. ചിലപ്പോ ഒരു കോടിയുടെ പകുതി അങ്ങോട്ട് നമ്മൾ അയക്കും അല്ലേ? ഒരു കോടി നന്മയുണ്ട് അവൾക്ക്, ഒരു കോടി അൻപ്, ലവ് ഇസ് ദേർ ഫ്രം ഹർ.
And Okay. same from here. She knows that. ഓക്കെ താങ്ക് യു രോഹിണി. Love താങ്ക് you, യു da. താങ്ക് യു താങ്ക് യു. താങ്ക് യു so much. Thank you so much. Bye, bye, bye. ഓക്കെ, എന്തായാലും രോഹിണി വന്നല്ലേ. ഈ തലയണ മന്ത്രത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഈ തലയണ മന്ത്രം പോലൊരു സിനിമ, ഞാൻ പറഞ്ഞു അതുപോലൊരു സിനിമ ഒരിക്കലും വരില്ല. എന്നാലും ആ സിനിമ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആളുകൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്. അത് ആ പ്രമേയത്തിന്റെ കരുത്താണോ അതോ താങ്കളും ശ്രീനിവാസൻ തമ്മിലുള്ള കോംബോ സൂപ്പറായിട്ട് പോയത് കൊണ്ടാണോ? എല്ലാം ഓരോ കാരണങ്ങളാവും. പക്ഷെ ഡയറക്ടർ സത്യേട്ടന്റെയും ശ്രീനേട്ടന്റെയും കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതെല്ലാ കാലത്തും നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരുന്നു എന്നുള്ളതാണ്. ആണല്ലേ. അതാണ് ഈ അതിന്റെ തലയണ ഏറ്റവും വലിയ മന്ത്രത്തിൽ സത്യം. വെച്ചിട്ടാണോ ശ്രീനേട്ടനോട്, എനിക്ക് വളരെ വ്യക്തിബന്ധമുള്ള ഒരാളാണ് ശ്രീനേട്ടൻ, ശ്രീനേട്ടനോട് ഇത്രയും അടുപ്പം വന്നത്? കാര്യം ഞാൻ കുറേ ഇന്റർവ്യൂ ഒന്ന് ഓടിച്ചു നോക്കി ഉർവശിയുടെ പല സ്ഥലത്തും. ജോണി ലൂക്കോസ് മുതൽ അല്ലാത്ത ലൂക്കോസുമാർ വരെ ഇന്റർവ്യൂ ചെയ്ത പല സ്ഥലങ്ങളും ഞാൻ കണ്ടു. അവിടെ എല്ലാം ഉർവശിയോട് ഒരു ചോദ്യം ആൾക്കാർ ചോദിക്കുന്നു. ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹീറോ ശ്രീനിവാസനാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല ചോദിക്കാൻ തോന്നുന്നത്. എനിക്ക് ഉർവശിയോട് ചോദിക്കാൻ തോന്നുന്നത് ശ്രീനിവാസന് ഇഷ്ടപ്പെട്ട ഹീറോയിൻ ഉർവശിയാണോ? അല്ല, അതറിയത്തില്ല. ശ്രീനേട്ടൻ അതുവരെ ചോദിച്ചിട്ടില്ലല്ലേ? അല്ല, ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ശ്രീനേട്ടൻ, എനിക്ക് ഇഷ്ടപ്പെട്ട നടിയായിരുന്നു നോക്കുമ്പോൾ ഉർവശിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ തീർച്ചയായിട്ടും എനിക്കൊന്ന് നിങ്ങൾ തമ്മിൽ യോജിക്കാനുള്ള കുറേ ഏരിയ ഉണ്ട്, കുറേ പ്രദേശങ്ങളുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഉർവശി ഒരുപാട് ഹ്യൂമർ സംഭവങ്ങൾ മലയാള സിനിമയിൽ ചെയ്ത ആളാണ്. മലയാളം മാത്രമല്ല മറ്റു സിനിമകളിലും ചെയ്തു. ശ്രീനേട്ടനും അദ്ദേഹത്തിന് നാച്ചുറലായിട്ട് കുറച്ച് ഹ്യൂമർ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ആ ഹ്യൂമർ ഒരു കരുത്തായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഹ്യൂമർ ഒരു കരുത്താണ്. രണ്ടാമത് ഞാൻ കണ്ടതിൽ സിനിമയിൽ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് ശ്രീനേട്ടൻ. ആഹാ. എത്ര താരങ്ങളുണ്ടായാലും ഈ വലിയ വലിയ സ്റ്റാർസിന്റെ പടങ്ങളിൽ അപ്രധാനമായിട്ടുള്ള വേഷങ്ങളിൽ ശ്രീനേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. പലപ്പോഴും തോന്നുന്നതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു മുത്തശ്ശികഥ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഷോട്ടിൽ വന്ന് അതിലെ മെയിൻ സ്ത്രീ കഥാപാത്രത്തിൽ ഒരു അടി വാങ്ങിക്കുന്ന ഷോട്ടാണ്. ഒരു തെറിയും വിളിച്ചൊരു അടിയും കൊള്ളുന്ന ഒരു സീനാണ്. ശ്രീനേട്ടൻ അല്ലാതെ വേറൊരു നടൻ ആ റേഞ്ചിലുള്ള ഒരു നടൻ ചെയ്യില്ല. കാരണം അത് ചെയ്തത് കൊണ്ട് എൻ്റെ ഇമേജ് നഷ്ടപ്പെടുത്തില്ല എന്ന് തോന്നുന്ന ഒരു വലിയൊരു ആത്മവിശ്വാസമുണ്ട്. അതാണ് നമുക്ക് അദ്ദേഹത്തോട് റെസ്പെക്റ്റും ആരാധനയൊക്കെ തോന്നുന്നത്. ഈ പൊന്മുട്ടയിടുന്ന താറാവില് നമ്മുടെ ഇപ്പം ഉള്ള ഈ കാലത്ത് ഉർവശി ഒരുപാട് പദങ്ങളെല്ലാം മാറി. നമ്മൾ പണ്ട് ഒരാൾ ജോലി കിട്ടി പോകണമെങ്കിൽ പണി കിട്ടി എന്ന് പറയുമായിരുന്നു. ഇപ്പം പണി കൊടുത്തെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. ഈ കാര്യങ്ങളെല്ലാം മാറ്റി. പിന്നെ വൈബ് ഇങ്ങനെയൊക്കെയുള്ള ഉണ്ട്. ഇവർ യങ്സ്റ്റേഴ്സൊക്കെ ചിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവരുടെ ഒരു കാലത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു വക. പക്ഷേ ഇപ്പോൾ ഇവർ പറയും അവൻ എന്നെ തെച്ചിട്ട് പോയി എന്ന് പറയും. ആ പൊന്മുട്ടയിടുന്ന താറാവില് ഒരു തേപ്പുകാരിയുടെ കഥാപാത്രമായിരുന്നു, ഓർമ്മയുണ്ടോ? അല്ലെ, സ്നേഹലത, സ്വർണ്ണമാല കേസ്. അതെ. അല്ല, ആ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോ എൻ്റെ കൊച്ചച്ഛൻ ആ കഥ കേട്ടെ. അപ്പൊ അങ്കിള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു നല്ല സ്ക്രിപ്റ്റ്, നല്ലൊരു ക്യാരക്ടറാണ് പിടിമോളെ, ഭയങ്കര ചേഞ്ച് ആയിരിക്കും എന്നാണ്. പിന്നെ എൻ്റെ അമ്മയും ഒരു കലാപരമായ അന്തരീക്ഷത്തിൽ തന്നെ ഞങ്ങൾ ജീവിക്കുന്നവരായതുകൊണ്ട് അമ്മ പറയുന്നതും ഏത് ക്യാരക്ടറും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു ആർട്ടിസ്റ്റ് ആവുന്നതാണ് ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. അല്ലാതെ ഒരേ ടൈപ്പ് റോള് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ എന്തർത്ഥമുള്ള, എന്ത് വെറൈറ്റി അതിനകത്തുള്ള. അപ്പൊ ഈ കഥ പറയുന്നവർ കൂടുതലും അപ്രോച്ച് ചെയ്യുന്നത് അമ്മയും കൊച്ചച്ഛനെയൊക്കെ ആയിരുന്നു അന്നത്തെ പ്രായത്തിൽ. തീർച്ചയായിട്ടും ഉർവശിക്ക് അത് ഇവര് റിജക്ട് ചെയ്തിട്ട് ഉർവശിക്ക് തന്നെ ഇത് കൊള്ളാം, ഇത് നമുക്കൊന്ന് കളിക്കാനുണ്ട് എന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ ഏതായിരുന്നു? അങ്ങനെ പല സിനിമകളും അങ്ങനെ. അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യം ചിലപ്പം 2 ദിവസത്തിന് മുൻപായിരിക്കും നമ്മളെ ഒരു പട സിനിമ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും അച്ഛൻ്റെയും അമ്മയുടെയും പരിചയക്കാരാണ്. ആ ഒരു ഫ്രീഡം എന്നോടുണ്ടായിരുന്നു, അവർക്ക് എനിക്കും എല്ലാ സെറ്റുകളിലും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പ്രിപ്പറേഷൻ ഒന്നുമുള്ള സമയമൊന്നുമില്ല. സമയമില്ല നമുക്ക്. ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് പോകും. അങ്ങനെയാണ് 3 പടമൊക്കെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ദിവസമൊക്കെ ഉണ്ട് അല്ലേ? 4-5 സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സമയമുണ്ട്. അപ്പൊ അന്ന് അതൊന്നും അല്ല നോട്ടം. ബന്ധങ്ങൾക്ക് വലിയൊരു വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തയ്യാറെടുപ്പിനൊന്നും സമയം ഉണ്ടാവത്തില്ല. ഈ മുഖത്ത് മിന്നി മറിയാൻ പ്രയാസമുള്ള വികാരം ഏതാ? പ്രണയരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ചില എക്സ്പ്രഷൻ പാറ്റേണേ ഉള്ളൂ. അല്ലാത്തത് അല്ല, അതേ എനിക്ക് അറിയത്തുള്ളൂ. എനിക്ക് മുമ്പ് വന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്ന പോലെ. അപ്പം സ്റ്റാർട്ടിങ് സമയത്ത് സിനിമകളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരും. അപ്പൊ അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് സീനിയർ ആയിട്ടുള്ളവർ പറയും ഇങ്ങനെ തൊട്ട ഉടനെ ഇങ്ങനെയൊക്കെ പോകണമെന്നറിയ. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര മാനക്കേടാ. ഞാൻ പറഞ്ഞു എന്തിനിപ്പോ ഒരാളിങ്ങനെ തുടർന്നതിനിടയ്ക്ക് അങ്ങനെ പോകേണ്ട ആവശ്യം എന്താ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമായിരുന്നു. അല്ല, എനിക്കൊന്ന് ഏതൊരു ഇപ്പൊ പടം ഞാൻ ഓർമ്മിക്കുന്നില്ല, ഒരു എറുകണ്ണിട്ട് നായകനെ ആരെയോ നോക്കുന്ന ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്. അത് ശരിക്കും ഒരു ഇത്തിരി സെക്കൻഡ്സ് സ്ക്രീനിൽ നിൽക്കുന്നുണ്ട്. അതിലൊക്കെ ശൃംഗാര ഭാവം ഉണ്ടല്ലോ. ശൃംഗാരം കണ്ടുപിടിച്ച ആളിനെ ഷോക്കായി പോകും. അല്ല, അതൊക്കെ എന്ന് പറയുന്ന ഡയറക്ടേഴ്സിന്റെ അവരൊന്ന് ടീച്ചേഴ്സിന് അധ്യാപകരുടെ കൂട്ടാണെന്ന് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവര്. അപ്പം സൗഹൃദം ഒക്കെ നമുക്ക് നന്നായിട്ട് അഭിനയിക്കുമ്പോൾ സൗഹൃദം ഉണ്ടാവും. നമുക്ക് ഫ്രീഡം ഇല്ലേ? നമ്മളോട് ഒരു പ്രണയരംഗം അഭിനയിക്കുമ്പോഴേ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് അഭിനയിച്ച് കൂട്ടാൻ അവരനുവദിക്കത്തില്ലേ? ഇല്ല, നല്ലതാണെങ്കിൽ അംഗീകരിക്കും എല്ലാ ഡയറക്ടേഴ്സും. അത് കുഴപ്പമില്ല, നല്ലതാണ് എന്ന് പറയും. കൂടുതലായ വേണ്ടെന്ന് പറയും. കൂടുതലായ അത് വേണ്ട, അത്രയും വേണ്ട എന്ന് പറയും. പക്ഷെ ചിലതെന്ന് പറയുന്നത് അവരോടുള്ളൊരു ഭയം നമുക്കുണ്ട് മനസ്സിൽ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ടീച്ചറാണ്.
ഉർവശി അതങ്ങനെ അല്ല, അതങ്ങനെയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ ടേക്ക് തീർക്കണം നമ്മൾ. അതൊന്ന് ഫിലിമാണ്, പരീക്ഷണത്തിനൊന്നും സമയമില്ല. അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ അങ്ങ് അഭിനയിച്ച് പോകുന്നതാണ്. അല്ലാതെ അതിനൊന്നും വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല സത്യം പറഞ്ഞ. ഞാൻ വിളിച്ചാൽ ഉർവശിയുടെ ഭാവം മാറുമെന്ന് എനിക്കറിയത്തില്ല. ഒരു കാലത്ത് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാൻ പറ്റിയ ആള് ഉർവശിയായിരുന്നു. പക്ഷെ ആ കസേരയിലേക്ക് കയറിയിരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട്? ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ഉർവശി അറിയാത്ത അവസ്ഥയുണ്ടോ? അറിയാത്ത അവസ്ഥ അല്ല, ഒരുപാട് അറിയാതിരിക്കുന്നതായിരിക്കും സാർ നല്ലത്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഒരുപാട് രാവിലെ നോക്കും. കണ്ണാടി നോക്കണ്ടായോ? നോക്കണമെന്നല്ലേ പറഞ്ഞത് ഞാൻ. ഈ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കുറച്ച് കാണാൻ സാധിക്കും. അല്ല, കുറച്ച് കാണാമെന്നല്ല, നമ്മൾ ഒരുപാട് അറിയും തോറും നമ്മളിൽ നിന്ന് നഷ്ടമാവുന്നത് നമ്മുടെ നിഷ്കളങ്കതയാണ്. മനുഷ്യന് ഏറ്റവും വലിയ നഷ്ടം അതല്ലേ, അറിവുണ്ടായി മനസ്സാകുന്നതാണ്. അല്ല, കളങ്കം ഉണ്ടാവുക എന്നുള്ളതല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറേശ്ശെ മനസ്സിലാക്കുമ്പോൾ ഒരു ഇന്നസെൻസ് ഉണ്ട്, അത് നിലനിർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ കാലം നമ്മൾ ഈ സിനിമയല്ലേ, അപ്ഡേറ്റ് ആയി ഓരോരുത്തരുടെ ഇത് നമ്മൾ പഠിക്കുകയല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു സ്ഥാനപ്പേര് അങ്ങനെ വാങ്ങിച്ചെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഉർവശിക്ക്. പക്ഷെ ഞാൻ വന്നതിന് ശേഷം എത്ര പേര് ആ ടൈറ്റിലോടുകൂടി വന്നു പോയി. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ അതിനോടൊരു അട്രാക്ഷൻ തോന്നും? ഓരോരുത്തരെ ഓരോ കാലത്ത് വിളിക്കുന്നു മാത്രമേ ഉള്ളല്ലേ. വിളിക്കുന്ന ഒരു സീസണിലായി കഴിയുമ്പോൾ അങ്ങ് മാറുന്നു, പിന്നെ അങ്ങോട്ടാവുന്നു. അപ്പോൾ സ്ഥായിയായ ഒരു പേരേ ഉള്ളൂ നല്ല ആർട്ടിസ്റ്റ് എന്നുള്ളത്. ഒരു സ്വകാര്യം പറയാൻ, പലപ്പോഴും നമ്മൾ ഈ മാധ്യമക്കാരായി അസുഖം ഉണ്ടാക്കുന്നു. കാര്യം ഞങ്ങൾക്കിപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു ഫിലിം അവാർഡിനോ അങ്ങനെ ഏതെങ്കിലും ഒരു ഷോയ്ക്ക് ഉർവശി വിളിക്കുവാണെങ്കിൽ, അപ്പോൾ ഈ അവതാരകൻ ഫ്രണ്ടിലുണ്ടല്ലോ ഒരു കുടലുമായിട്ട്, അപ്പോൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ വേദിയിലേക്ക് വരികയാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി, ഉടനെ പുതിയനെ കൈയടിക്കുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നടി ഉർവശിയാണ് ഇനി വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് കിട്ടത്തില്ലയോ എന്നൊരു പേടി അതീ പറ്റിപ്പോയതാ കേട്ടോ. പക്ഷെ ഈ കുഴിക്കകത്ത് ചില ആൾക്കാർ അറിയാതെ വീണുപോകും. അല്ല, അതെന്തറിയോ, നമുക്ക് പിന്നെ നഷ്ടബോധങ്ങൾ കൂടുതലുണ്ടാവും നമുക്ക് ഒരുപാട് അല്ലേ. പിന്നെ കാലം ഓരോ കാലത്തും അതാത് തരത്തിലുള്ള ആൾക്കാർ വന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അന്നും നിലനിൽക്കുന്ന ഈ ഒരു പേരേ ഉണ്ടാവത്തുള്ളൂ. ഈ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് നല്ലതാണ്, അതിന് അർഹതയുള്ളവർ അത് ഇട്ടോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനോടൊരു താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ള. ഉർവശിയുടെ നല്ല ചെറുപ്പകാലത്താണ് കുറെ നല്ല പ്രണയ സിനിമകളും ഒക്കെ ഉർവശി അഭിനയിച്ചിട്ടുണ്ട്. ചെറുപ്പം അല്ലെന്നോ? എനിക്കിപ്പോ രണ്ടിലൊന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എനിക്കിപ്പൊ അറിയണം. ഉർവശിയെ ഉർവശിയെ പ്രായമായി കണ്ടിട്ടുമില്ല, കാണാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അത് എനിക്ക് എന്നിലെ ഒരു പുരുഷൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. പുരുഷ അല്ലേ? ഓക്കെ, അപ്പൊ അതങ്ങനെ തന്നെ. ഉർവശി, എനിക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കാലത്ത് ഇപ്പൊ പ്രേം നസീറിന്റെ ഒക്കെ കാലം ഉണ്ടല്ലോ, ആ കാലത്തിന് അടുത്തൊക്കെ തന്നെ ഉർവശി ഉണ്ടായിരുന്നു. അന്ന് അഭിനയിച്ചില്ലെങ്കിൽ പോലും അല്ലേ, ജയഭാരതി അവരൊക്കെ മലയാള സിനിമയിൽ നിൽക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ഉർവശി പറഞ്ഞല്ലോ, ഈ പ്രണയത്തിലൊക്കെ ഒരു ഓവർ ആക്ടിങ് ഉണ്ടായിരുന്നു അല്ലേ. അന്ന് മൊത്തം ട്രെൻഡ് അങ്ങനെ ആയിരുന്നു സാർ. കാരണം കുറച്ച് കൂടുതൽ നാടകീയത വരണം. നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോഴത് അന്നത് പ്രശ്നമായിരുന്നില്ല. ചിലപ്പോ ഇപ്പൊ നമ്മൾ ഈ അഭിനയിക്കുന്നൊക്കെ നാളെ വരുന്ന ഒരു തലമുറ എന്ത് പറയും നമുക്കറിയത്തില്ല. ചിലപ്പോ അവർക്കിത് എന്നാ പരിപാടി വരും അല്ലേ. ഇങ്ങനെയുള്ള ക്യാരക്ടർ വരുമ്പോ പ്രത്യേകിച്ച് ഈ കാമുകിമാര്, പ്രത്യേകിച്ച് അന്നത്തെ പാട്ടുകളൊക്കെ സൂപ്പറായിരുന്നു. അപ്പം അർത്ഥവത്തായ പാട്ടുകളാണ്, അതിനൊപ്പ് വെച്ച് നമ്മൾ ചൂടൊക്കെ വയ്ക്കേണ്ടി വരും. ആ ഒരു സമയത്തൊക്കെ അഭിനയിച്ച സിനിമകളിൽ എങ്ങനെയായിരുന്നു ഉർവശിയുടെ ഒരു അവസ്ഥ? ഞാൻ അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷം അങ്ങനത്തെ അത്രയും നാടകീയമായിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നെ ആരും നിർബന്ധിച്ചിട്ടുമില്ല. ഒരു കാലത്തിന്റെ മാറ്റത്തിനൊപ്പം വന്നതല്ലേ ഞാൻ. അങ്ങനെ അപ്പം ബിഹേവ് ചെയ്യുക എന്നുള്ളതല്ലാതെ അഭിനയിക്കാൻ വേണ്ടി കാണിക്കുക എന്നുള്ളത് നമുക്ക് അങ്ങനെ ആരും ഒരു ഡയറക്ടേഴ്സ് അഭിനയിപ്പിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ബ്രാക്കറ്റിൽ പറയട്ടെ, ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ വിളിക്കാൻ കാര്യം അറിയോ ഉർവശി? അതായത് പല ടൈപ്പ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക. ഏതെങ്കിലും ഒരേ രീതിയിൽ പോകുന്ന ഒരു വേഷമാണ് ഒരാൾ ചെയ്യുന്നതിലെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് സിനിമകളായിട്ട് കിട്ടിയെന്ന് വരും. എന്നാൽ ഉർവശി അങ്ങനെ ആയിരുന്നില്ല. പല വേഷങ്ങളും വ്യത്യസ്തമായിട്ട് ഒരു വേഷ പകർച്ചയുണ്ടായിരുന്നു, കാണാത്ത വേഷങ്ങൾ. അതിപ്പം ഡയറക്ടേഴ്സും റൈറ്റേഴ്സും നമ്മളെ ചൂസ് ചെയ്ത് അത് തരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് സിനിമയെ തിരഞ്ഞെടുക്കാൻ അവസരം കുറവാണ്. ഞാൻ വളരെ ചൂസി ആയിട്ടാ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വെറുതെയാണ്. അങ്ങനെയൊന്നും ഇല്ലല്ലേ. നമുക്ക് വരുന്ന ഒരു അവസരമല്ലേ ചെയ്യാൻ പറ്റൂ. പിന്നെ നമ്മൾ അഭിനയിക്കാത്ത പടങ്ങൾക്ക് നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റും. ഈ കഥ പറയാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ആ കഥ അങ്ങനെ അങ്ങോട്ട് പോകണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ എന്നുള്ള ചില ഭേദഗതികളൊക്കെ അങ്ങോട്ട് നിർദ്ദേശിച്ചു കൊടുക്കൂ. അങ്ങനെയല്ല, നമുക്ക് ന്യായമായിട്ട് തോന്നുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അധ്യാപകരെ പോലെയായിരുന്നു എന്റെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും. അതെ, ടീച്ചർ ആവാനായിരുന്നു ഇഷ്ടം ജീവിതത്തില് ആയിരുന്നല്ലേ എനിക്ക് തോന്നിയത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഡയറക്ടർ ടീച്ചറാണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ട് പരിചയപ്പെട്ട ആദ്യത്തെ അഭിനേത്രിയാണ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കണക്കാ. എവിടെ ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം? LP, UP, ഹൈസ്കൂൾ,
ഹയർ അല്ല സെക്കൻഡറി LP ആണ് ഏറ്റവും പ്രാധാന്യം. പ്രയാസം അവിടെയാ. പ്രയാസവും പ്രാധാന്യവും അതിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ നിന്നാണല്ലോ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾ. അതെ അതെ. എത്ര വലിയ ഉദ്യോഗസ്ഥനായാലും എത്ര വലിയ ശാസ്ത്രജ്ഞനായാലും അവിടെ നിന്ന് തുടങ്ങുന്നത്. കുട്ടികളുടെ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെയും ചില സിനിമകളിൽ. അത് എനിക്ക് തോന്നുന്നു അത് ആ കുട്ടിത്തം ഉർവശിയിൽ കാര്യമായിട്ടുണ്ട്. അത് പിന്നെ വീട്ടിൽ കിട്ടിയ വാത്സല്യവും സിനിമയ്ക്കകത്തും അതുപോലെ തന്നെയായിരുന്നു എന്നെ ട്രീറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് പ്രായം കുറച്ച് നിർത്താൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അതിന്റെ രഹസ്യം. ആരോടും പറയണ്ട, നമ്മളെ രണ്ട് മാത്രം അറിഞ്ഞാൽ മതി. ആരോടും കശ്മലന്മാർ ചിലപ്പോഴേ ഇത് വേറെ എന്തോ ആണെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനിടയ്ക്ക് എഴുതാനൊക്കെ പോയായിരുന്നു. 2 സിനിമ എഴുതി കളഞ്ഞു. പെടക്കോഴി കൂന്ന നൂറ്റാണ്ട്, പിന്നെ ഉത്സവമേളം. എന്തൊക്കെയാ ചെയ്തത്? ഞാൻ എഴുതിയതല്ല അത്. എല്ലാ ആർട്ടിസ്റ്റിന്റെയും മനസ്സിൽ ഒരു സ്ക്രിപ്റ്റും കഥയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലെ ചിലത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇത് നന്നായിരിക്കും ഇങ്ങനെ ഒരു സിനിമ ചെയ്താൽ എന്ന് പറയുന്നു. അവരത് പ്രായോഗികമാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്കതിനുള്ള സമയം ഉണ്ടായിട്ടില്ല സാർ. നമ്മുടെ ഷീലാമ്മ ഒരു പടം ഡയറക്ട് ചെയ്തായിരുന്നല്ലോ പണ്ട്. യക്ഷിയാണോ? യക്ഷഗാനം. അത് തന്നെ, യക്ഷഗാനം. ശിഖരങ്ങൾ ഡയറക്ട് ചെയ്തു. അല്ല, അങ്ങനെയാണെങ്കിൽ ആ ചോട് പിടിച്ച് നമ്മൾ കയറി ഒരു പടം ഡയറക്ട് ചെയ്താലോ? എനിക്കെന്തോ അത് വലിയത് അങ്ങനല്ല. എനിക്ക് അതുകൊണ്ട് ഒരു ആകർഷണം തോന്നിയിട്ടില്ല. മാത്രമല്ല അതൊരു വലിയ ഉത്തരവാദിത്വമല്ലേ സാർ? വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ലേ? അല്ല, അത് നമുക്ക് ഒന്നാമതിനുള്ള സമയം ഉണ്ടായിട്ടില്ല. അതോ ഇതുവരെ ഈ ആക്ഷൻ കറി പറയാനുള്ള ഒരു പാടാണോ? നമ്മൾ ഇത്രയും കാലം ആക്ഷൻ പറഞ്ഞപ്പോൾ മൂവ് ചെയ്ത ആളാണ്. അല്ല, അതുകൊണ്ട് മാത്രമല്ല. ഇതിപ്പം നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് അഭിനയിക്കുന്നു, നമുക്ക് തോന്നുന്ന സജഷൻസോ കാര്യങ്ങളോ പറയുന്നു. സാർ ഇങ്ങനെ ചെയ്യട്ടെ, സാർ അങ്ങനെ ചെയ്യട്ടെ, ഒരു സജഷൻ അങ്ങനെ പറയാം. നമ്മളൊരു ഡയറക്ടറായിട്ട് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ജീവിച്ചുപോകാൻ ആവശ്യമില്ല. ഓക്കെ. അപ്പൊ ഈ ശിവൻകരി ഒരു പടം ഡയറക്ട് ചെയ്തല്ലോ അല്ലേ? ആ സമയത്ത് അവിടെ സഹായിക്കാൻ പോയായിരുന്നു? ഇല്ല ഇല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ചില ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. അത് പിന്നെ അതിന്റെ ടീമുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ വേറെ ഷൂട്ടിംഗ് അഭിനയിച്ചു. ഈ ഭർത്താവിന്റെ അനുഗ്രഹാശിസുകളോടെ അദ്ദേഹത്തിന്റെ കൽപ്പനകളിലൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ എങ്ങനെയാ ഒരു സംഭവം? നമുക്ക് സാധാരണഗതി ഡയറക്ടർ പറയുന്ന പോലെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെപ്പോഴും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പറയുന്ന അതും കൂടെ ഒന്ന് പറഞ്ഞാല് ഒരുപാട് പേർക്ക് ഉപകാരമാവും. രഹസ്യങ്ങളൊക്കെ ഇപ്പൊ ചോദിച്ചറിയാൻ കാര്യം ഇതൊക്കെ ഞാൻ ഉർവശിയോടല്ല ചോദിക്കാം. എനിക്ക് ഇത് ആരോട് ചോദിക്കും വേറെ? അത് ശരി. ഞാൻ അതുകൊണ്ടല്ലേ ഉർവശി തന്നെ വേണമെന്ന് പറഞ്ഞത്. 4 കൽപ്പിച്ച് വന്നിരിക്കുക. അതെ, 4 or 8. കാരണം ഇതിനകത്ത് ഉർവശി ഇത്രയും കാലം അഭിനയിച്ച ആളായതുകൊണ്ട് പരിന്തപ്രജ്ഞയായ ഒരു അഭിനേത്രി എന്ന നിലയിൽ ഉർവശി പറയുന്ന ഓരോ കാര്യവും ആൾക്കാർ മനസ്സിൽ എഴുതി സൂക്ഷിക്കും തീക്കൊള്ളി കൊണ്ട്. ഇതിപ്പോ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ്. അതെ, തീർച്ചയായിട്ടും. എപ്പോഴാ ശത്രുക്കളാവുന്നത്? അത് വാടി ഉണ്ടാക്കുമ്പോ അത് വേണം. ഇല്ല പിന്നെ ദാമ്പത്യം എങ്ങനെ പച്ച പിടിക്കും? പാടല്ലേ? പാടാണ്. അപ്പം ഋഷി പഠിച്ച പാടം എന്തോ ദാമ്പത്യത്തിൽ പ്ലാൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സാധനമല്ല ജീവിതം. നമ്മുടെ കയ്യിൽ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ട് അധ്യാത്മ വിദ്യാലയം അല്ല എന്നല്ല. മൊത്തം ജീവിതം തന്നെ ഒരു അധ്യാത്മ വിദ്യാലയം തന്നെയാണ്. അതിനിടയ്ക്ക് കടന്നു പോകുന്ന കുറെ കാര്യങ്ങൾ. അതിനകത്ത് നമ്മൾ ഈ നേരത്തെ എന്താ പറയുന്ന ഈ ഇന്റർവ്യൂ ചെയ്തല്ലോ ഇതൊന്നും ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കും കേട്ടോ. ഈ ഉർവശിക്കൊക്കെ ഈ ആളുള്ള ഒരു കോണലിലും കാണാൻ പോയി താമസിച്ചാലേ ഭർത്താവായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റത്തില്ല. വഴക്കുണ്ടാക്കിയ ആൾക്കാർ ടിവിയിലും കണ്ട് സിനിമ കാണുമെന്നായിരിക്കും. അത് ശരിയാ. ഈ ശബ്ദം എല്ലാവർക്കും അറിയാമല്ലോ. വലിയ പ്രശ്നമാണ്. പണ്ട് നമ്മുടെ TP രാധാമണി ചേച്ചി ഉർവശിക്ക് ഓർമ്മയില്ലേ? ചേച്ചിയും ഗംഗാരൻ ചേട്ടൻ ഇവർ രണ്ടുപേരും റേഡിയോ വഴി അന്ന് പോപ്പുലറാ. ഇവര് റേഡിയോ നാടകത്തിൽ അഭിനയിക്കുമ്പം നിന്നോട് ഞാനൊരു കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ അയലത്തുകാര് ഇവർക്ക് എപ്പോഴും വഴക്കൂടാനേ സമയമുള്ളൂ, റേഡിയോയിലാണ്. അതേ പ്രശ്നം ഉർവശിക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തോ ഇത് സംഭവം? അത് സിനിമയിട്ടാലും പ്രശ്നം വരും. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ശബ്ദം മാറ്റിയൊക്കെ ലാൻഡ് ലൈൻ അല്ലേ ഫോൺ എടുക്കും. ഉർവശി വേറെ ആരെ കൊണ്ട് ഉർവശിയുടെ ക്യാരക്ടേഴ്സ് ഡബ് ചെയ്യിച്ചിട്ടുണ്ടോ? ഈ ഭാഗ്യലക്ഷ്മിയെ പോലെ കുറെ ആൾക്കാരുണ്ടല്ലോ സമൂഹത്തില്. അയ്യോ, അവരൊക്കെ നല്ല ഡബിങ് ആർട്ടിസ്റ്റ് അല്ല സാർ. ബിഗിനിങ് സ്റ്റേജിലൊക്കെ അങ്ങനെ വേണ്ടി വരും. കാരണം ഷൂട്ടിംഗ് കേരളത്തിലും ഡബിങ് ചെന്നൈയിലും. അപ്പൊ നമ്മൾ ഒരു അന്ന് ഓടി നടക്കത്തില്ല. നമ്മളെ മറ്റേ കഥയിലേക്ക് നമ്മൾ ശബ്ദം മാറ്റി ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം ഹലോ എന്നൊക്കെ പ്രകാരം ഇത്രയും സാറ്റലൈറ്റ് ചാനൽസ് ഇല്ല. ഞാൻ വിളിക്കുന്നു, ഹലോ ഉർവശി, யார் பேசுறீங்க? ഞാൻ ശ്രീകണ്ഠൻ பேசுறேன். வெளியே போயிருக்காங்க, அம்மா வெளியே போயிருக்காங்க, வரும்போது சொல்றேன். இது யாரு பேசுறேன்? நான் வீட்டுல சர்வன் பேசுறேன் சார். குழந்தைக்கு எப்படி சௌக்கியம் இருக்கு? என் குழந்தைய பத்தி நீங்க சார் கேக்குறீங்க? உங்க குழந்தை குறிച്ച് ഞാൻ എപ്പോഴേ കേട്ടിട്ടുണ്ട്. എപ്പോ തിരുമ്പി വരും? എപ്പോ? പക്ഷെ എന്താ പറ്റുന്നറിയോ, ഇത് ഇപ്പൊ പറ്റുന്നില്ലോ. ഇപ്പൊ അങ്ങനെ ശബ്ദം മാറ്റാൻ പറ്റും. മാറ്റിയാലും മനസ്സിലാവൂല്ലേ? എങ്ങനെ പറഞ്ഞാലും
എടുക്കുമ്പോ തന്നെ ഉറവശി ചേച്ചി പക്ഷേ ഉർവശി എങ്ങനെ മാറ്റിയാലും ഈ ശബ്ദം പിടിക്കും. ഈ പിടിക്കും. ശബ്ദത്തിൽ എന്തൊക്കെയോ ഇല്ല, ചില പ്രശ്നങ്ങൾ. പണ്ട് ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ, സാറ്റലൈറ്റ് ചാനൽസ് ഇല്ല. അപ്പൊ നമ്മുടെ ഇന്റർവ്യൂ ഒന്നും കാണുന്നില്ലല്ലോ ഒരുപാട് പേര് നേരിട്ട്. അപ്പൊ അവർക്ക് അറിയത്തില്ല. നേരിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങി കഴിച്ചപ്പോ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, പല ആർട്ടിസ്റ്റിനെയും ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ചേച്ചിക്ക് ഡബ് ചെയ്തില്ലേ, കലാരഞ്ജിനിക്ക് അല്ലേ, നന്ദനം സിനിമയിൽ അല്ലേ ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഈ ഉർവശി ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിന് പോയിട്ടുണ്ടല്ലോ. ഉർവശിയും കൽപ്പനയും അമ്പിളിച്ചേട്ടനും ജഗദീഷ് ശ്രീകുമാറും കൂടി അല്ലെ ദുബായിൽ എന്തോ ഒരു ഷോയ്ക്ക് പോയി അല്ലേ, അതൊക്കെ പൊളിച്ചില്ലേ? വിളിച്ചു. അതെന്തുമായിരുന്നു മിക്കവാറും അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ പോകുമ്പോഴേ സാധാരണ ഉർവശി പറയുന്ന ഒരു കുറച്ചൊരു അന്തർമുഖതയും കുറച്ചൊരു നാണം കുണുങ്ങി സ്വഭാവവും ഒക്കെ വെച്ചിട്ട് സെറ്റുകളിലൊക്കെ വളരെ കുറച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ നായികയായിട്ടായിരുന്നല്ലോ അരങ്ങേറ്റം എന്നാണല്ലോ സ്വയമായിട്ട് അവകാശപ്പെടുന്നത്. ഞാൻ കേട്ടത് കലബല സംസാരിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കുശുമ്പ് പറഞ്ഞതായിരിക്കും എല്ലാ ആൾക്കാരും. എനിക്ക് അതിപ്പോഴത്തെ കാര്യം കാരണം എല്ലാവരും പരിചയമായി. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാറില്ല സാർ, കാരണം സീനിയേഴ്സ് ആണ് എല്ലാവരും. ജയറാമിന്റെ ഒക്കെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചുകൂടെ നമുക്ക് തമാശ കാര്യങ്ങളൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷം വന്നവരല്ലേ, പ്രായത്തിൽ മൂത്താണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് എന്താണെന്നറിയോ കൂടുതൽ ഫ്രീഡം തോന്നും സംസാരിക്കണം. അപ്പൊ അതിനു മുൻപൊന്നും അങ്ങനെ ഒരുപാടൊന്നും ആയിട്ടില്ല. എങ്കിലും മലയാളത്തിൽ പ്രത്യേകിച്ച് എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു എന്ന്. തമാശ സ്റ്റേജിൽ അവതരിപ്പിക്കാനൊക്കെ ഉർവശിയുടെ എനിക്കറിയാം. കൽപ്പന ഒരു അത് പ്ലാൻ ചെയ്യുന്ന അഭിനേത്രിയായിരുന്നു. പ്രത്യേകിച്ച് കോമഡി ചെയ്യാൻ ഇപ്പൊ നമ്മൾ അറിയാതെ കൽപ്പന ഓർമ്മിച്ചു പോയി. അപ്പൊ ഈ ജഗദീഷ് ശ്രീകുമാർ അതേ ഒരു ഇതിഹാസമാണല്ലോ ആ കാര്യത്തിൽ. അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ ഈ വേദികളിൽ പബ്ലിക്കായിട്ട് ജനങ്ങളുടെ റെസ്പോൺസ് അപ്പൊ തന്നെ കിട്ടുമല്ലോ. നമ്മൾ മോശമായിട്ട് അഭിനയിച്ച മിക്കവാറും കവളത്തൊക്കെ ഓരോ സാധനങ്ങൾ വന്ന് പതിക്കാൻ ഡയറക്റ്റ് ആക്ഷൻ ആണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് അഭിനയിക്കാൻ പോകുന്നത്. ജഗദീഷ് ശ്രീകുമാർ എന്ന് പറഞ്ഞ നടൻ ഒരിക്കലും സ്റ്റേജിൽ അങ്ങനെ ഒരു വലിയ കത്തിക്കയറത്തില്ല, ഹാസ്യ കലാകാരനായിരുന്നില്ല. കാരണം അദ്ദേഹം ബേസിക് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. വ്യക്തിപരമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ധാരാളം പുസ്തകം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് നല്ല മൂടുണ്ടെങ്കിലേ അതൊക്കെ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ അതെ തീർച്ചയായിട്ടും, ഇല്ലെങ്കിൽ ഇറിറ്റേറ്റ് ആവും പുള്ളി. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ പ്രോഗ്രാംസ് ചെയ്തിട്ടില്ല അദ്ദേഹം. അല്ലെങ്കിൽ പിന്നെ എത്ര TV പ്രോഗ്രാംസ് അദ്ദേഹത്തെ വെച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു? വളരെ കുറവായിരുന്നു. ചെയ്തത്. പക്ഷേ ഉർവശിക്ക് ഓർമ്മ കാണില്ല. എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിൽ ഞാൻ ഉള്ള കാലത്താ അദ്ദേഹം ഒരു സീരിയലിൽ പിടിച്ചു, കൽപ്പന അഭിനയിച്ചു. അപ്പൊ ഈ പുള്ളിക്കാരനെ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസറുടെ വേദന ജീവിതത്തിൽ അറിയുന്നത്. അപ്പൊ എന്നോട് ഈ ആർട്ടിസ്റ്റുകളൊക്കെ കാശ് ചോദിക്കുന്ന ഒരു പരിധിയില്ല എന്നോട് പറഞ്ഞു. ഞാൻ ഇപ്പോഴാണോ അറിയുന്നത് ഇതൊക്കെ ഈ കാര്യം? ഇതുവരെ അത് ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചിട്ടില്ലല്ലോ. അമ്പിളിച്ചേട്ടൻ കുറച്ച് കുഴഞ്ഞ്. അല്ല, ഞാൻ പൊതുവേ പറയുകയാണ്, നമ്മൾ തോന്നുമ്പോൾ ഇവര് സിനിമയെ കാണുന്നത് പോലെ ഭയങ്കര കോമഡി ഒക്കെ ചെയ്യുമായിരിക്കും തോന്നും. പക്ഷെ അതായിരുന്നില്ല. വളരെ സീരിയസ് ആണ്. മാനേജ് ചെയ്ത് കൊണ്ടുവരും. കുറച്ച് ഈ ഉർവശിയുടെ ഈ പ്രണയ ജോഡി എന്നുള്ള നിലയിൽ നമ്മുടെ ഫുൾ റേഞ്ച് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന നായകന്മാരിൽ ഒരാൾ ജയറാമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് അതിനോട് യോജിക്കുമോ വിയോജിക്കുമോ? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും ഞാൻ. അല്ല, അത് ഇത് നമ്മുടെ ഡയറക്ടേഴ്സ് തരുന്ന എന്താ അഭിനയിക്കാൻ പറയുക, അത് അഭിനയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അല്ലാതെ നമ്മൾ നായകനെ നമ്മൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പ്രണയിച്ച് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനൊന്നും പ്രൊഡ്യൂസർ കാശ് മുടക്കത്തില്ല. അത് വേറെ പോയി പ്രണയിക്കാനേ പറ്റത്തില്ല. പക്ഷെ എന്താ അറിയോ, കുറെ നല്ല ഹ്യൂമറും ഇതുള്ള സിനിമകൾ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറെ സിനിമകൾ ജയറാമിന്റെ കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിരിക്കുന്നത്. ഈ ഉർവശി മാധവക്കുട്ടിയുടെ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? കാരണം ഈ മാധവക്കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ജീവിതത്തിൽ നടപ്പിലാക്കിയ ഒരാളാണ് ഉർവശി. മാധവക്കുട്ടി പറഞ്ഞു, ഈ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ഇങ്ങനെ തിരക്കിലൊക്കെ പെൺകുട്ടികൾ പോകുമ്പോഴേ ചില പുരുഷന്മാരൊക്കെ ഇത്തിരി ശല്യമൊക്കെ പെടുത്തുമല്ലോ. ശല്യം പെടുത്തു ചെറിയൊരു ബ്ലേഡ് കൊണ്ടൊരു പോന്ത് പൊന്തിയാൽ മതി, അവരെ പ്രശ്നം തീരുമെന്ന് അവർ പറഞ്ഞായിരുന്നു. ഉർവശി ആ സിനിമയിൽ അഭിനയിക്കും നരകം നന്നായിട്ട് വളർത്തിയിട്ട് അങ്ങയുടെ വയറ്റത്തിട്ട് കുത്തിയെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് കാര്യം, ആ കുത്തിന്റെ പാട് ഇപ്പോഴും ഉണ്ടെന്നാ ജയറാമിനെ തൊഴണം. അങ്ങനല്ല, എനിക്ക് ഭരതനകളുടെ നഖം നന്നായിട്ട് വളർത്തിയിരുന്നു. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇല്ല, ഇപ്പം വലിയ കുഴപ്പമില്ല. അങ്ങനെയുള്ള ആളുകളില്ല. ഇല്ല എന്താ വെച്ചാല് ഭരതനങ്ങളുടെ സിനിമയിൽ അവനിക്ക് എന്താ അറിയൂ, അദ്ദേഹം കുറച്ച് നല്ല കലാപരമായിട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ അത് പറ്റത്തില്ല, മാളൂട്ടി കാണാതിരുന്ന് കാണുന്ന ഭാര്യയും ഭർത്താവുമാണ്. കൂടുതൽ സ്നേഹപ്രകടനം നടക്കുമ്പോൾ ഒരു മിനിമം സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആയുധം എടുത്തു തുടങ്ങും. ഈ സാധനം എവിടെ കുത്തുന്ന വയറ്റിൽ തന്നെ ആറാം മാലി കുത്തി കൊടുക്കും. പിന്നല്ല, അത് സൂപ്പറായി. അങ്ങനെ തന്നെ വേണം ഇങ്ങനെ, അങ്ങനെ തന്നെ വേണം. അയ്യോ അപ്പൊ ജയറാം എന്തറിയോ, ജയറാം ഇങ്ങനെ ആക്കും, ഒരു കാര്യം പറഞ്ഞേക്കാൻ പൊടി ഡയറക്ടറോട് പറ അഭിനയിക്കാൻ പറ്റത്തില്ല, എന്നെ എന്തിനാ കുത്തി കൊല്ലുന്നത്? അപ്പോ കാരണം ഇപ്പൊ ജയറാമിന്റെ മുഖം ഇറിറ്റേറ്റ് ആകുമ്പോ അത് വെച്ച് കട്ട് പറയുമല്ലോ. അതാണ് എന്റെ മനസ്സിൽ അന്ന് തോന്നലെന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെന്താ പറയുന്ന, കുറെ സിനിമകൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ
സോറി ഒന്നും പറയുന്ന ഫോർമാലിറ്റി ഇല്ല ഇല്ല അങ്ങനെ പരിപാടിയൊന്നും ഇല്ല അല്ലേ? അങ്ങനൊന്നുമില്ല. നല്ല വളരെയധികം എന്താ പറഞ്ഞാൽ ഞാൻ സ്കോർ ചെയ്തിരിക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമകളിൽ ജയറാമായിരുന്നു നായകൻ. ഇപ്പം മുഖചിത്രം എടുത്താലും കടിഞ്ഞൂർ കല്യാണം എടുത്താലും അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. നിങ്ങളുടെ പ്രണയ ജോഡി ആൾക്കാർക്ക് താല്പര്യമായിരുന്നു. അതിപ്പോ എന്താ അറിയോ, അത്തരം സിനിമകളോടുള്ള താല്പര്യമാണ്. കാര്യം മാത്രമല്ല അന്ന് എനിക്ക് തോന്നുന്നത് ഉർവശിയിൽ ഒരു ചെറുപ്പം കത്തി നിൽക്കുന്ന സമയമാണ്. പിന്നെയും ചേച്ചത് ഇപ്പൊ അപ്പം എന്ന് പറഞ്ഞ് ഉഷേ പക്ഷേ ഇവിടെ വിളിക്കുന്നുണ്ട്. അപ്പൊ അല്ല ഞാൻ പറഞ്ഞത് ആ ചെറുപ്പം കത്തി നിൽക്കുന്നതും കത്തി പടരുന്നതും പിന്നീടാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, അത് നല്ലൊരു ഒരു അഭിമാന നിമിഷമല്ലേ? അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മളെ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളും സിനിമകളും, അത്തരം സിനിമകളുടെ കോമ്പിനേഷൻ കൂടെ ആരാണ് കൂടുതൽ വരുന്നതോ അവരെ വീണ്ടും വീണ്ടും കാണാൻ താല്പര്യം വരും. ഇപ്പൊ ആരായാലും എനിക്കൊന്ന് ഈ മാളൂട്ടി അഭിനയിക്കുന്ന സമയത്തൊക്കെ ജയറാമിന്റെ ആ പ്രണയം ഉണ്ടല്ലേ ആ സമയത്ത്? ഉണ്ട്. അത് കത്തി കയറുന്ന ആ സമയം. അന്ന് ടേപ്പ് റെക്കോർഡിൽ കൈയോടെ പിടിച്ചായിരുന്നു അത്? കയ്യോടെ പിടിക്കല് എനിക്ക് ആദ്യം പറഞ്ഞു ഇത്. അതിന് ഒരുപാട് നമ്മുടെ സഹായവും ചെയ്തിട്ടുണ്ട്. പിന്നെ നഖം നീട്ടിയിട്ട് വയറ്റിൽ ആറാമാലിക്ക് അത് ജയറാമിനോടെ ആ സ്വാതന്ത്ര്യം ഉള്ളൂ. വേറെ ഒരു ആറാമാലിക്കും കുത്തിയിട്ടില്ലല്ലോ. ഇല്ല, എന്റെ വിചാരം എന്താണെന്നറിയാമോ, അവര് പറഞ്ഞാൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ കേൾക്കത്തില്ലേ, ഞാൻ മാത്രം പറ്റത്തില്ല എന്ന് പറയുന്നു, അവർക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അല്ല എനിക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞൂടെ എന്നാണ് അല്ല ഈ വേറെ ആരുടെയെങ്കിലും ആറാമാലി ഇങ്ങനെ പൊതുവെ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നോ മലയാള സിനിമയില് കുത്താനായിട്ട്? ഇല്ലല്ലേ, വേറെ ആറാമാലി ഒന്നും ഫ്രീ അല്ലായിരുന്നു. ഈ ഒരുപാട് മലയാള സിനിമയിലെ പല ആളുകളും സഹായിച്ച് നടത്തിയ ഒരു ദാമ്പത്യമാണ് അവരുടേത്. അശ്വതിയുടെ ജീവിതത്തിലെ അശ്വതി ഇന്ന് നമ്മൾ അന്ന് പാർവതി ഇന്ന് അശ്വതിയാണ്. അപ്പൊ ക്ഷമിക്കണേ. അപ്പോ പാർവതിയുടെ പ്രണയ വെല്ലരി പൂത്തൊലയാനേ നമ്മുടെ വല്ല സഹായം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അന്ന് എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അതല്ലേ, അതിന്റെ അങ്ങനെയാണോ മറ്റുള്ളവരുടെ പ്രേമം പുഷ്പിക്കാൻ വേണ്ടി നമ്മൾ സഹായിച്ചു? എനിക്ക് എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് അല്ലേ പാർവതി, അത്രയും ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ജയറാം. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് സ്വാഗതം പടം ചെയ്തു. അപ്പോഴൊക്കെ ഇതൊരു ഭാഗത്തൊരു ട്രാക്ക് നടക്കുന്നുണ്ട്, വേറെ ട്രാക്ക്. അപ്പൊ ഇവര് രണ്ടുപേരും പറയുന്ന തമാശയും ചിരിക്കുകയൊക്കെ ചീത്ത കേൾക്കുന്ന എനിക്കാണ് വേണിച്ചേട്ടൻ. കാരണം വേണിച്ചേട്ടൻ എല്ലാവരും കൂടുതൽ സ്വാതന്ത്ര്യം എന്നോടുള്ളതുകൊണ്ടും കൊച്ചിലെ അറിയാവുന്നതുകൊണ്ടും മോളെ സീരിയസ് ആയിട്ട് ഇവിടെ പറയുമ്പോഴാണ് ചിരിക്കുന്നത്. ഞാനല്ല ചിരിച്ചേ, ഇവരപ്പുറം ഇപ്പുറത്ത് സംസാരിച്ച് ചിരിക്കുന്നതാ. ഈ ശബ്ദം നമ്മളെയാണെന്നാ വിചാരിക്കുന്നല്ലേ? അല്ല, ഞാനിത് ശ്രദ്ധിക്കുകയും എന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണും വേണിച്ചേട്ടന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അവൻ ഡയറക്റ്റായിട്ട് അവരെ പറയാൻ ഡയറക്ടർ ഇവരെ അറിയാൻ വേണ്ടി ഇൻഡയറക്റ്റായിട്ട് പരോക്ഷമായിട്ട് എന്നെ പറയുക. വർക്ക് നടക്കുമ്പോ ഇവിടെ ശ്രദ്ധിക്കണം. സീൻ എടുത്തോണ്ടിരിക്കുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും തമാശ പറയുകയല്ല. ഞാനല്ല ജയറാം തമാശ പറഞ്ഞ അശ്വതി ചിരിച്ചു, അതങ്ങനെയൊക്കെ നടക്കും. ഇവിടെ സീൻ ശ്രദ്ധിക്കുക എന്ന് പറയും. അപ്പൊ ഇവർക്ക് മനസ്സിലാവും കാര്യം. വളരെ ഗൗരവത്തിലെ അവൻ രണ്ടുപേരും അതുകൊണ്ടാണ് ഡയറക്ടർ നമ്മളെയാ പറയുന്നെന്ന് പറയും. അതുപോലെ തന്നെ വീട്ടിൽ ഫോൺ ചെയ്താൽ അശ്വതി ആണെങ്കിൽ ഇപ്പം ഹോട്ടലിൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അശ്വതിയുടെ അമ്മയുടെ ഇവിടെ ആ റൂമിലായിരിക്കും. അപ്പം ജയറാം ഫോൺ ചെയ്ത് കണക്ട് ചെയ്യുമ്പം ഞാനാ എടുക്കുന്ന ആദ്യം. എടുത്തിട്ട് അങ്ങനെ സുഖമായിട്ടിരിക്കുന്നോടി, ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഇത്രയും പേരുണ്ട്, അതാണ്ട് അശ്വതി കൊടുക്കാവേ, ഒരു മിനിറ്റ് അമ്മയുടെ കൊടുക്കും അല്ല എന്ന് പറഞ്ഞ അശ്വതിനെ കൊടുക്കും. ആദ്യമൊന്നും അമ്മയ്ക്ക് ഡൗട്ടില്ല. നമ്മൾ ഈ അംശമായിട്ട് മുറി പോവാ കൂട്ടുകാരിയുടെ വേഷത്തില്. അതെ, ഓ എന്തെല്ലാം സഹായങ്ങളാണ്. പക്ഷെ അത് രസമുള്ളൊരു കാലം. നല്ല. പക്ഷെ ഇന്ന് ആ പരിപാടി ഉണ്ടോ? ഇന്നില്ല, ഇല്ല, നിർത്തി. ആ പണി നിർത്തി. ആ കട എനിക്ക് പ്രായമായ ഒരു മോളില്ലേ, ഇന്നും കൂടെ ആ പണിയും കൊണ്ട് നടന്നിട്ട് നേരത്തെ പ്രായമായില്ലെന്ന് പറഞ്ഞിട്ടോ? മോളല്ലേ പ്രായമുള്ളൂ. എനിക്ക് പ്രായമില്ല, അങ്ങനെ വേണ്ടത്. അതാണ് സൂപ്പർ. അതാണ് കുഞ്ഞാറ്റയ്ക്കൊക്കെ സുഖമല്ലേ? ഓക്കെ, സന്തോഷം. അപ്പോ വേറൊരു കാര്യം, നമ്മളുടെ ഈ അമ്മ പിടിച്ചതിന് ശേഷം ഈ മുറിയിലേക്ക് പോയിരുന്ന് ഒരു അവരിലൊരു ധാരണ ഉണ്ടാക്കി കൂട്ടുകാരെ വിളിക്കുന്നൊക്കെ ധാരണ ഉണ്ടാക്കിയിട്ടാണല്ലോ ജയറാമിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോ ഡിസ്കണക്ട് ചെയ്ത് അവർക്ക് മനസ്സിലായി ഉർവശി സ്റ്റേജ് കഴിഞ്ഞപ്പോ മനസ്സിലായി. അമ്മ പൊട്ടിത്തെറിച്ചോ? പിന്നെ പൊടിയുടെ ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ജനകീയ കല്യാണമായിരുന്നു അത്. തീർച്ചയായിട്ടും എല്ലാരും ഒരേ സ്വരത്തിൽ ആ അമ്മ അച്ഛനും ഒഴിച്ച്. ഇപ്പൊ പറയാൻ പിന്നെ കുഴപ്പമില്ല, കുടുംബം താമസിക്കാം. തലേണ മന്ത്രം ഷൂട്ട് ചെയ്യുമ്പം അവിടെ ഷൂട്ടിംഗ് എടുത്തോണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുങ്ങുവര്. അപ്പൊ അമ്മ അകത്ത് ഡയറക്ടർ അറിയാതെ? അല്ലല്ല, ഡയറക്ടർ അറിഞ്ഞോണ്ട് തന്നെ അമ്മയെ വെട്ടിക്കാൻ വേണ്ടി. കാരണം അമ്മ അവിടെ അകത്തിരിക്കും, അമ്മ അടുത്ത് തന്നെ ഇരിക്കും. അപ്പൊ ഞാൻ തീരുമാനിച്ചായിരുന്നു ഇത് പൊളിക്കുമെന്നുള്ളത് അല്ലേ? അല്ല, അമ്മയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആവരുത്, അത് വെച്ച് മുതലെടുക്കരുത്, പ്രൊഫഷണലി അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. അമ്മയുടെ അഭിപ്രായം. അന്നത്തെ പ്രായമായവരൊക്കെ അങ്ങനെയാണല്ലോ ചിന്തി. മുങ്ങി എപ്പോ പൊങ്ങും?
അല്ലല്ല അങ്ങനെ മുങ്ങി പോകാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുശലം പറയാൻ വേണ്ടി എവിടെങ്കിലും വണ്ടിയും കൊണ്ട് അപ്പുറത്തോട്ടോ ഒന്ന് പോകും. ആ സമയം മുഴുവൻ ഞാൻ എൻഗേജ് ചെയ്യിക്കണം അമ്മേ. ഓ, അമ്മയോട് സംസാരിച്ചോണ്ടേയിരിക്കും. സംസാരിച്ചോണ്ടിരിക്കണം. ഇന്റർനാഷണൽ കാര്യമൊക്കെ പറഞ്ഞാണല്ലോ, ഹോണ്ടുറാസിലെ പട്ടാള വിപ്ലവം ഒക്കെ പറയേണ്ടി വന്നാണ്. സമയം പോയില്ലേ? അല്ലല്ല, അമ്മയുടെ എല്ലാ വീട്ടുകാരികളൊക്കെ പറയും. എന്റെ അമ്മയും അമ്മയ്ക്ക് നല്ല റാപ്പമായിരുന്നു അവര്. തീർച്ചയായിട്ടും ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഈ കല്യാണത്തിന് പോയോ? കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. ഇല്ല, പോകാൻ പറ്റിയിട്ടില്ല. പല സ്ഥലത്തും ലേറ്റ് ആയിട്ടാ പോയിട്ടുള്ളത്. കൽപ്പനയുടെ കല്യാണം വരെ ലേറ്റ് ആയിട്ടല്ലേ ചെന്നു? പിന്നെ ലാസ്റ്റ് മിനിറ്റ് അന്ന് ചെന്നോ? അർദ്ധരാത്രി ചെന്നു. വെളുപ്പിനെ കല്യാണം കഴിഞ്ഞു. ഉച്ചയായി, ഊണ് കഴിച്ചു. തിരക്കായിരുന്നു. എന്റെ തിരക്കല്ലേ? തമിഴ്നാട്ടില് കല്ലടിക്കുറിച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഷൂട്ടിംഗ് ആയിരുന്നു, തിരുനെൽവേലിക്ക് അടുത്ത്. അപ്പൊ അവിടുന്ന് രാത്രി ഷൂട്ടിംഗ് തീർത്തിട്ട് അവിടുന്ന് പുറപ്പെട്ട് വന്നതാ. അപ്പൊ അന്നൊക്കെ അങ്ങനെ ആയിരുന്നു. കളിച്ചേച്ചിയുടെ കല്യാണത്തിന് അങ്ങനല്ലേ വന്നത്. ചാഞ്ചാട്ടം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ യൂണിറ്റിൽ ഒരു 5-6 പേര് വന്നു. കല്യാണം കഴിഞ്ഞു. മറുവീട് കാണാൻ പോലും നിന്നില്ല. ഞാൻ നേരെ അല്ല, അതൊക്കെ അവർക്ക് വിഷമം ഉണ്ടാക്കത്തില്ലയോ? അല്ല, എന്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ. അതെ, നിങ്ങൾ എനിക്കൊന്ന് ഈ 3 പേരും ഈ അഭിനയ രംഗത്തായോണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലേ? അമ്മയും അച്ഛനും എല്ലാവർക്കും അറിയാമല്ലോ എന്നെ പറ്റി.